तो दो ही सिचुएशन है, एक हमारी इच्छा के अनुसार हो रहा है और दूसरा हमारी इच्छा के अनुसार नहीं हो रहा है। ചാലഞ്ച് कहाँ पर है? അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു പരീക്ഷണവും പരിതസ്ഥിതികളും ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇച്ഛ അനുസരിച്ച് നടക്കും, അല്ലെങ്കിൽ ഇച്ഛയില്ലാതെ നടക്കും. രണ്ട് കാര്യം നമുക്ക് വെല്ലുവിളിയായിട്ട് തോന്നുന്നത്, അനുഭവപ്പെടുന്നത് ഏത് കാര്യമാണ്? ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് सेकेंड सिचुएशन ना, बराबर ना, वहाँ पे हमारी स्थिति का परख होता है. അപ്പം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല നടക്കുന്നെങ്കിലാണ് അവിടെയാണ് നമ്മുടെ വെല്ലുവിളി. അപ്പം അവിടെയാണ് നമ്മുടെ സ്ഥിതിയുടെ തിരിച്ചറിവ്, നമുക്ക് സ്ഥിതി ഏത് രൂപത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. देखो भक्ति मार्ग में भी ये बताया है कि जब आपकी इच्छा के अनुसार हो रहा है सब कुछ, तो खुश हो जाना चाहिए कि जैसे मैंने सोचा था वैसे हुआ. लेकिन जब इच्छा के अनुसार नहीं हो रहा है तो भक्ति मार्ग कहता है डबल खुश हो जाना चाहिए. അതായത് ഭക്തിയിൽ പോലും പറയാറുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷം നൽകും, സന്തുഷ്ടരായിരിക്കണം. അഥവാ നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഭക്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഡബിൾ സന്തോഷം ഉണ്ടായിരിക്കണം. डबल संतोषम क्यों बता? എന്തുകൊണ്ട്? ഉത്തരം കൊടുക്കാൻ. आपकी इच्छा के अनुसार नहीं हो रहा है, डबल खुश हो जाओ. നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സന്തോഷം ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് ഡബിൾ സന്തോഷം ഉണ്ടാകേണ്ടത് എന്നാണ് ചോദ്യം. अच्छे के लिए. अच्छा भाई लोग क्या बोल रहे हैं? ഭായി ലോകം എന്താ പറഞ്ഞത്? आवाज ज्यादा इधर से आ रहा है. അമ്മമാരാണ് ശബ്ദത്തിൽ പറയുന്നത്. ബ്രദേഴ്സിന്റെ സൈഡിൽ നിന്ന് എന്തായിരുന്നു ഉത്തരം? क्योंकि वो बात उस समय परमात्मा के इच्छा के अनुसार हो रही है और उसमें सबका कल्याण समाया हुआ रहता है. ऐसे भक्ति मार्ग में कहते दो शब्द हैं. भक्ति मार्ग में श्री कृष्ण को परमात्मा कहते हैं ना, भक्ति वैष्णव संप्रदाय. तो कहते जब इच्छा के अनुसार हो तो उसको वो शब्द देते हरि की कृपा हुई. हरि कृष्ण को कहते हैं, इसलिए सतयुग का एक नाम है हरिद्वार. तो हरि की कृपा हुई. और जब इच्छा के अनुसार नहीं हुआ तो कहते हैं हरि की इच्छा. അതായത് ഭക്തിമാർഗത്തിൽ രണ്ട് വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. അതായത് എന്തെങ്കിലും നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഭക്തിയിൽ പോലും കൃഷ്ണനെയാണല്ലോ ഭഗവാനായി കണക്കാക്കുന്നത്. അതുകൊണ്ട് പറയും കൃഷ്ണൻ്റെ കൃപയാണ് അത് എന്ന് പറയും. നമുക്ക് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ അപ്പോഴും ഭക്തിമാർഗത്തിൽ പറയും അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടന്നു, അതുകൊണ്ട് എല്ലാം ഹരിയുടെ ഇച്ഛ അനുസരിച്ച് നടന്നു എന്ന് പറയും. അപ്പോൾ ഹരി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, അതുകൊണ്ട് സത്യയുഗത്തിന് മറ്റൊരു പേരാണ് ഹരിദ്വാർ. अच्छा अभी आप बताओ, आप खुश रहते हो या डबल खुश रहते हो? ഇപ്പോൾ നിങ്ങൾ പറയാം, ഒരു ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നത് സന്തോഷം,
ഇച്ഛ അല്ലാണ്ട് നടന്നാലും നമ്മളതിൽ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നടക്കുന്നു എന്നുള്ള ഡബിൾ സന്തോഷം ഉണ്ടാവോ? सिंगल खुश या डबल खुश? माना बहुत कुछ आपकी इच्छा के अनुसार नहीं हो रहा है. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അധികം കാര്യങ്ങൾ നടക്കാറുള്ളത്. ये मानसिक स्वास्थ्य के साथ जुड़ी हुई पॉइंट है जो मैंने अभी सुनाया आपको. ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് മാനസിക ആരോഗ്യവുമായിട്ട്. क्योंकि जब भी आप नाराज हो जाएंगे ना खुश होंगे, नाराज होंगे, अपसेट, डिस्टर्ब जो भी है, आपका ब्रेन का केमिस्ट्री बदलता है. അതായത് എപ്പോഴാണ് നമ്മുടെ സ്ഥിതിയിലും വ്യത്യാസം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഡിസ്റ്റർബ് ആയിരിക്കാം, ചിലപ്പോൾ വിഷമിക്കാം, ചില പ്രശ്നങ്ങൾ നമ്മൾ പെട്ടുപോകുമ്പോൾ മനസ്സ് തളർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ബ്രെയിൻ സിസ്റ്റമായിട്ട് കണക്റ്റ് ആകും. അതായത് ബ്രെയിനിൻ്റെ കെമിസ്ട്രിക്ക് അത് ബാധിക്കാൻ തുടങ്ങും. 2 संडे पहले, पिछले संडे की मुरली बाबा ने खुशी के ऊपर सुनाया था, है ना. उसमें बाबा ने बहुत गहरी बात कही थी कि जहाँ खुशी है वहाँ पर हेल्थ, वेल्थ और हैप्पीनेस तीनों है. शिव भगवान वाच. 2 ആഴ്ച മുമ്പ് നമ്മളെല്ലാവരും മുരളി കേട്ടതാണ്. അതിൽ ബാബ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ പോയിൻ്റാണ് സന്തോഷത്തെക്കുറിച്ച്. അതിൽ സന്തോഷത്തെക്കുറിച്ച് ബാബ പറഞ്ഞത് സമ്പത്താണ്, ഔഷധമാണ്. എന്നാൽ അതിലുപരി ബാബ വളരെയധികം സീക്രട്ട് പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്. സന്തോഷത്തിൽ ഹെൽത്തും ഉണ്ട്, അതായത് ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്, സമ്പത്തുമുണ്ട്. संतोष, समृद्धि एंड आरोग्य तीनों होते हैं. इतना इम्पोर्टेंट है खुशी. और बाबा ने कोट दिया, ये बहुत प्रसिद्ध हुआ कि खुशी जैसे खुराक नहीं, द बेस्ट डाइट इज हैप्पीनेस. അപ്പം അത്രയധികം മഹത്വമുണ്ട് സന്തോഷത്തിന്. അതുകൊണ്ട് തന്നെ ബാബ പറയാറുണ്ട് സന്തോഷത്തെ പോലെ മറ്റൊരു ഔഷധമില്ല. तो मैं फिर से आपको पूछ रहा हूँ, आप लोग खुश रहते हो? ബൈജി ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും സന്തോഷത്തിലിരിക്കാറുണ്ടോ, സന്തോഷത്തിലാണോ? കൈ ഉയർത്തി ഉണ്ടെങ്കിൽ. अच्छा. और सुबह सुबह आप सच बोलते हो? രാവിലെ എല്ലാവരും നിങ്ങൾ സത്യമാണോ പറയുന്നത്? अच्छा, सुबह सच माना शाम को नहीं बोलते. मुश्किल है सदा खुश रहना. പ്രയാസമാണ് സദാ अगर സന്തുഷ്ടരായിരിക്കുക. कोई रहता है बड़ी बात है, लेकिन सदा खुश रहना कलयुग में मुश्किल है. സദാ സന്തുഷ്ടരായിരിക്കുക അതും ഈ കലിയുഗത്തിൽ എന്ന് പറഞ്ഞ വലിയ असंभव नहीं പ്രയാസം. है. मैं मुश्किल कह रहा, असंभव नहीं है. हाँ ठीक है. अभी मैं ऐसे ही नहीं कह रहा हूँ. मैं एक साइंटिस्ट हूँ, तो हमारे पास केस स्टडीज़ है ना. और मैं बीके का ही केस स्टडी, बाहर का नहीं सुना रहा हूँ. अब ये बोला ना बाबा बाबा माता है, उसका ही केस स्टडी सुना रहा हूँ. हमारी एक माता डॉक्टर है, एमडी है, डेप्यूटी डीन, बड़ी पोस्ट होती है, ठीक है. ज्ञान में चल पड़ी, बहुत खुश, बाबा मिला, बाबा मिला, बाबा मिला. अपना बंगला दे दिया, गाड़ी दे दिया. इसको तो क्वार्टर्स थे, क्वार्टर्स में खुश, सब अच्छा चल रहा था. एक दिन क्या हुआ, मैं उसके क्वार्टर्स में रहा हूँ इसलिए मैं जानता हूँ. घर वालों ने, उसके लौकिक परिवार ने उसके ऊपर केस डाल दिया प्रॉपर्टी के ऊपर से. अभी इसको बहुत नशा था, बाबा बैठा है, बाबा बैठा है, तो निश्चिंत थी. लेकिन वो केस हार गए. अभी केस हार गई तो पूरा प्रॉपर्टी चला गया, बहुत कुछ गया. तो इतना नाराज़ हो गई बाबा के ऊपर कि जो कुछ भी दिया था बाबा को वो वापस ले लिया. और फिर तुम्हारा बाबा कुछ नहीं करता. ये केस स्टडी मैं आपको सुना रहा हूँ. तो अच्छे अच्छे बाबा के बच्चे है ना, जिनको हम माला में रखते थे, इतना अच्छा नशे वाले, ये नाराज होके बाबा का हाथ छोड़ दिया. आज भी नहीं है ज्ञान में. वो कितने साल हो गए उसको.
पर बहुत समझदार, बहुत भावना वाली, बाबा से बहुत प्यार। एक पेपर आया तो मैं इसलिए कहता हूँ, कब किसके पास कौन सा पेपर आएगा नहीं पता। दूसरा केस स्टडीज, ये ना हमारी अपेक्षाएं होती है बाबा से या भगवान से। भक्ति मार्ग के बिलीफ होते हैं कि भगवान बीमारी को ठीक करता है। एक ऐसे ही भाई, अभी भाई का केस स्टडी हमारे सेंटर का, बहुत भोला, बहुत परिवार वाला, उसकी पत्नी को कैंसर हो गया, तो ये डबल योग कर रहा है उसके लिए। बच्चे हैं, बोला नहीं बाबा सब ठीक कर देगा। बाबा बैठा है, बहुत योग किया उसने दिन रात पत्नी के लिए कि योग से कुछ भी संभव है, लेकिन वो पत्नी का शरीर छूट गया, शी डाइड। तब से सेंटर पे आना छोड़ दिया, तुम्हारा बाबा कुछ नहीं करता। तो मैं कह रहा हूँ पेपर्स जब आते हैं ना, तब हमारी स्थिति का पता चलता है। पेपर नहीं है तो सब मियाँ मिट्ठू बन जाते हैं। अच्छा, पानी पियो। थैंक यू वेरी मच। तीसरा केस स्टडी हमारे सेंटर पे रमेश भाई ने उद्घाटन किया ना, राइट हैंड, हमारे इधर का कुमार, डीजीएम, बड़ी पोस्ट, क्लास में कभी बोलेगा नहीं, चार्ट रखता था जैसे बाबा बोलता था वैसे, भट्टिया कराने वाला। स्पार्क विंग में पहला पेपर उनका प्रेजेंट है थर्मोडायनेमिक्स पे। ऐसी आत्मा छोड़ दिया बाबा का। तो कारण है हर एक के। मैं ये कह रहा हूँ, बहन जी कैसे ये तीनों स्टोरी ट्रांसलेट करेगी मुझे नहीं पता, लेकिन मैं ये कह रहा हूँ परिस्थिति जब आती है ना, तब स्थिर रहना बहुत ज़रूरी है, नहीं तो मुश्किल होगा। यस सिस्टर, सॉरी। ബായിജി നേരത്തെ അമ്മമാർ പറഞ്ഞല്ലോ ബാബ ബാബ എന്ന് നമ്മൾ പറയും, ഇപ്പോൾ സദാ സന്തുഷ്ടരായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ സദാ സന്തുഷ്ടരായിരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ബായിജി സയൻറ്റിസ്റ്റും കൂടിയാണ്, ഇതിനെപ്പറ്റി റിസർച്ച് നടത്താറുണ്ട്. അപ്പോൾ അത് സ്പെഷ്യലി പുറമേ ഉള്ളവരുടെ അല്ല, ബാബയുടെ കുട്ടികളുടെ തന്നെ കാര്യങ്ങൾ, മനസ്സിൻ്റെ സ്ഥിരത, മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ബായിയാണ്. അപ്പോൾ 3 സന്ദർഭങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒന്ന്, ഡീനായിരുന്ന ഒരു ഡോക്ടർ മാതാജി, വളരെ പ്രായമുണ്ട്, പക്ഷെ അവർ ബാബയെ കിട്ടി അന്ന് മുതൽ വളരെ സന്തുഷ്ടയാണ്. ബാബ 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 എന്ന് പറഞ്ഞ് ഇവർ കൊച്ചൊരു ക്വാർട്ടേഴ്സിൽ താമസിച്ചു. ബാക്കി എല്ലാം ഉള്ള ബംഗ്ലാവും സ്വത്തും അതും ഇതൊക്കെ ബാബയുടെ പേരിൽ എഴുതി. അവസാനം അവരുടെ കുടുംബക്കാർ ചേർന്ന് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ജയിക്കുമെന്ന് വിചാരിച്ച് തോറ്റുപോയി. കേസ് തോറ്റുപോയി. അപ്പോൾ ഈ തോറ്റത് അത്രയും ഭാവനീയ, അത്രയും ഉത്സാഹത്തിൽ, അത്രയും ബാബയോട് ആസക്തിയുള്ള ആ മാതാജിക്ക് കേസ് തോറ്റതോടെ തന്നെ എന്തായി, ബാബയ്ക്ക് എന്തൊക്കെ എഴുതി കൊടുത്തതൊക്കെ തിരിച്ച് വാങ്ങിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബാബ ഒന്നും ചെയ്യൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയും നിരാശപ്പെട്ട് ഇന്ന് വരെ പിന്നീട് ബാബയുടെ കുട്ടിയായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത് പറഞ്ഞത്, ഒരു ബാബയുടെ കുട്ടി വളരെ നല്ല സ്നേഹിയായിരിക്കുന്ന ആത്മയുഗിള്, അവരിൽ പത്നിക്ക് ക്യാൻസറായി ഇവരുടെ പ്രതീക്ഷ ഉണ്ടല്ലോ സാധാരണ ബാബയുടെ കുട്ടികൾക്ക്, ബാബ എല്ലാം ശരിയാക്കും എന്നുള്ളത്. ലാസ്റ്റ് പത്നി മരണപ്പെട്ടതോടെ ആ വ്യക്തിയും നിരാശപ്പെട്ടു. ബാബയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബാബ ഒന്നും ചെയ്യില്ല. അതിനുശേഷം സെൻറ്ററിൽ വരാതായി. മൂന്നാമത്തത് നമുക്കറിയാം, രമേഷ് ഭായ്, ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്ത രമേഷ് ഭായിയുടെ റൈറ്റ് ഹാൻഡായിരുന്ന ഒരു സഹോദരൻ, വലിയൊരു പോസ്റ്റ്, DGM എന്ന് പറഞ്ഞ പോസ്റ്റിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്പാർക്കിൽ എന്തൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിലും ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ബ്രദറായിരുന്നു. പിന്നീട് അവർ ഏതോ കാരണം പറഞ്ഞില്ല, അവരും ബാബയുടെ ജ്ഞാനം വിട്ടുപോയിട്ട് പറഞ്ഞു ബാബക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പേപ്പറേ വന്നിട്ടുള്ളൂ. ആ അമ്മയ്ക്കാണെങ്കിലും ബ്രദറിനാണെങ്കിലും ഈ ഒരു സഹോദരനാണെങ്കിലും ഒരു പരീക്ഷാ പേപ്പർ വന്നത് തോറ്റപ്പോൾ
അതോടെ തന്നെ ബാബയെ വിട്ടുപോവാണ്. കാരണം ബാബയുടെ കുട്ടികളിലാണെങ്കിൽ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. നമ്മൾ ബാബ എന്ന് ഓർമ്മിക്കുമ്പോഴും ഏതുപോലെ ഭക്തിമാർഗത്തിലുണ്ട്, ഒരു അസുഖം വന്നാൽ പറയും ബാബ ശരിയാക്കി തരും, എന്തെങ്കിലും കാരണം വന്നാൽ പറയും ഭഗവാൻ ശരിയാക്കി തരും. അതേപോലെ തന്നെയാണ് ജ്ഞാനമാർഗത്തിൽ അത്തരത്തിലുള്ള പ്രതീക്ഷ വെച്ചിട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടാതിരിക്കുമ്പോൾ, സംഭവിക്കാതിരിക്കുമ്പോൾ എന്താകും? നിരാശയാകും. समझ में आ रहा है मैं क्या बोल रहा हूँ? मैं फिर से वही बात को, हर वक्त आपकी इच्छा के अनुसार नहीं होगा, ठीक है? ये बहुत बड़ा पेपर है, क्योंकि हमारी ना अपेक्षा होती है, एक दूसरे से होती है, ऊपर वाले से भी होती है. एक और केस स्टडी सुना, ये सब बीके का ही है. एक स्टेट में, मैं नाम नहीं बता रहा हूँ स्टेट का, बिजनेसमैन गुजराती अभी आया 7 डेज कोर्स किया, अरे भगवान आया, बहुत खुश हो गया, भगवान है शिव बाबा, और उसको नशा चढ़ गया बहुत. तो उसने अपने सभी रिश्तेदारों को बुलाया सेंटर पे और सभी स्टूडेंट के लिए ब्रह्मा भोजन और हर एक को सौगात दिया. बहुत खुश, बाबा का परिचय सबको दे रहा है. अभी आज ब्रह्मा भोजन दिया, हर एक को सौगात दिया. नेक्स्ट डे वो ऑफिस जा रहा था तो उसके कार का एक्सीडेंट हो गया और उसको कुछ नहीं हुआ, लेकिन एक भैंस को क्या बोलते हैं, बफेलो, तो हाँ बफेलो, तो भैंस है ना गाड़ी के नीचे आके मर गई. तो उनमें उसको बहुत बड़ा पाप समझते हैं. तो डिस्टर्ब होके आया सेंटर पे और दीदी को बोला ये कैसे हो गया, कल तो ब्रह्मा भोजन दिया था बाबा को. तो उसका मानना है कि ब्रह्मा भोजन दिया, सौगात दिया, तो ये होना नहीं चाहिए. बहुत डिस्टर्ब हो गया. तो मैं ये सब आपको क्यों सुना रहा हूँ? मैं इसलिए सुना रहा हूँ कि हमारे भक्ति मार्ग में ना बहुत सारे बिलीफ को लेकर हम इधर आते हैं, और वो बिलीफ अगर हमने उसको, बिलीफ माना मान्यता, अगर यथार्थ नहीं बनाया उसको, तो हम डिस्टर्ब हो सकते हैं और हमारी खुशी जाएगी. അതായത് ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞു തരുന്നത്? കാരണം ബാബയുടെ കുട്ടികളായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്തിമാർഗത്തിൽ പല വിശ്വാസങ്ങളുണ്ടാകും, പല അംഗീകാരങ്ങൾ നമ്മുടെ ജീവിതം, ഇതിങ്ങനെ ആയാലും ഇങ്ങനെ ആകും എന്നുള്ളത്. അത് പക്ഷേ യഥാർത്ഥമായിരിക്കണം എന്നില്ല. അപ്പോൾ ഒരു സഹോദരനെയും കൂടി അവർ പറയുകയാണ്, ഗുജറാത്തിൽ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. അവർക്ക് ബാബയുടെ പരിചയം കിട്ടി. 7 ഡേയ്സ് കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ഭഗവാൻ തന്നെ വന്നിരിക്കുന്നു, ഭഗവാന്റെ പരിചയം കിട്ടി. അങ്ങനെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൊണ്ടുവന്ന് കോഴ്സും കൊടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബ്രഹ്മഭോജനം എല്ലാവർക്കും കൊടുത്തു. അതോടൊപ്പം എല്ലാവർക്കും ഗിഫ്റ്റും കൊടുത്തു. പിറ്റേ ദിവസം ഇയാൾ ഓഫീസിലേക്ക് പോവുമായിരുന്നു, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇവരുടെ വണ്ടി ഇടിച്ച് ഒരു പോത്ത് എന്തായി, മരണപ്പെടാൻ കാരണമായി. അപ്പോൾ ഇയാൾ ടോട്ടലി ഡിസ്റ്റർബ്ഡായി. കാരണം ഇങ്ങനെ ഇന്നലെ എല്ലാവർക്കും ഗിഫ്റ്റും കൊടുത്തു, ബ്രഹ്മഭോജനവും കൊടുത്തു, ഇന്നിങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് കോഴ്സ് കൊടുത്ത ടീച്ചറിനോട് വന്ന് പറഞ്ഞു, ഇന്നലെ അല്ലേ ഇതൊക്കെ നടന്നിട്ട് ഇന്നെന്താ സംഭവിച്ചത്. അപ്പം അത് നമ്മുടെ ജീവിതത്തിലും, കാരണം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. ചിലപ്പോൾ നമുക്കിടയിലായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയും സംഭവിക്കാം. പക്ഷെ നമ്മളിൽ എന്താണ് പ്രതീക്ഷകളുള്ളത്? ചിലപ്പോൾ പരസ്പരം പ്രതീക്ഷിക്കുക, എന്തെങ്കിലും ചെയ്തു കൊടുത്താലും പ്രതീക്ഷ ഉണ്ടാകും. ഇനി ഭഗവാനോടും പ്രതീക്ഷ വയ്ക്കും, ഇന്നത് ചെയ്ത ഇന്നത് നടത്തിത്തരണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്തിമാർഗത്തിലുള്ള ഏതാണോ വിശ്വാസം കൊണ്ട് നടക്കുന്നത്, അവിടെ നമ്മൾ ഡിസ്റ്റർബായി പോകുന്നു പരീക്ഷ പേപ്പർ വരുമ്പോൾ. क्या बोल रहे हैं? प्रश्न है. हाँ, प्रश्न आ सकते हैं, नथिंग रॉन्ग. क्लास के बाद में हम क्वेश्चन आंसर लें. मैं आपको केस स्टडीज़ बता रहा हूँ कि कहाँ कहाँ पे डिस्टर्ब होने के चांसेस हैं. बीमारी ठीक नहीं हुआ, बिजनेस में लॉस हुआ, किसी का मौत हो गया, है ना, ये सब हमको डिस्टर्ब कर सकते हैं, है ना. उसमें खुशी जाता है, मैं ये कह रहा हूँ. इसलिए मैंने कहा सदा खुश रहना, यू हैव टू बी वेरी पावरफुल. सदा स्टेबल रहना, खुश रहना, उसके लिए अवस्था बहुत अच्छी चाहिए. मैं ये नहीं कह रहा हूँ कि भगवान मदद नहीं करता है, डोंट गेट मी रॉन्ग. बाबा मदद करता है, बाबा कुछ भी कर सकता है, लेकिन हमारा अनुभव ये कहता है कुछ लोगों के साथ होता है, सबके साथ नहीं होता है.
तो जिनके साथ होता है ना वो खुश रहते हैं, पर जिनको नहीं मिलता है ना वो डिस्टर्ब हो जाते हैं, वो नाराज़ हो जाते हैं। मैं यही कह रहा हूँ कि कैसा भी हो ड्रामा में सीन, हमारे फेवर में हो या अपोजिट में हो, दोनों में स्टेबल रहो, ये मेरा कहने का भाव है। समझ रहे मेरे भाव को? दोनों में स्थिर रहो. സഹോദരൻ പറഞ്ഞുതരാണ് ചോദ്യത്തിൻ്റെയും പിന്നീട് നമ്മൾ ഷെയറിങ് ചെയ്യാനുള്ളത് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോൾ സഹോദരൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അഥവാ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുക, സദാ സന്തുഷ്ടമായിരിക്കുക, സദാ മനസ്സിനെ സ്ഥിരതയുള്ളതാക്കി വയ്ക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം അതിലേക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫേവറായിട്ട് നടക്കാം, അല്ലാതെയും നടക്കാം. പക്ഷെ നമ്മളുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ സ്ഥിരമാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് സഹോദരൻ ഇത്രയും നമുക്ക് ചിലർ മരണപ്പെട്ടിട്ടുണ്ടാകും, ചിലർ ആക്സിഡൻ്റ് ആയിട്ടുണ്ടാകും, ചിലപ്പോൾ ബിസിനസ് പൊളിഞ്ഞു പോയിട്ടുണ്ടാകാം, എങ്ങനെ വേണമെയുള്ള പരീക്ഷണങ്ങൾ വരാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മനസ്സിൻ്റെ സ്ഥിരതയാണ്. പിന്നെ ബ്രദർ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ബാബ എല്ലാവർക്കും സഹയോഗിയായിട്ട് വരും, സഹായം ചെയ്യും. ചിലർക്ക് സഹയോഗം കിട്ടും, ചിലർക്ക് കിട്ടാതിരിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളുടെ ഫേവറിൽ വരുമ്പോൾ നമ്മൾ സന്തുഷ്ടമായിരിക്കും, അല്ലാതാകുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതെങ്ങനെയുള്ള സാഹചര്യമാണെന്നതാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. എനിക്ക് ബോധ്യപ്പെടേണ്ടത് എവിടെയൊക്കെ ഞാൻ ഡിസ്റ്റർബ് ആകുന്നു എന്നുള്ളത്. देखो, मैं ब्रह्मा बाबा का ही उदाहरण, बाकी लोगों का छोड़ दो. ब्रह्मा बाबा ने अपने पूरे जीवन की कमाई लगा दी, बराबर है. बच्चों को नहीं दिया, ट्रस्ट दिया माताओं का, अपना शरीर दिया बाबा को, रथ दिया, बराबर है ना. ब्रह्मा बाबा को एक तकलीफ थी, बार बार क्या होता था उनको? खांसी आती थी, बहुत खांसी से परेशान. तो बाबा ने शिव बाबा को बोला, तुम मेरा रथ इस्तेमाल करते हो, थोड़ा भाड़ा तो दो इसका, मेरी खांसी तो ठीक करो. अभी देखो, नंबर 1 सोल है जिसने सब कुछ दिया है, सभी धारणाओं में नंबर 1 है, और एक ही रिक्वेस्ट था कि मेरी खांसी ठीक करो. तो क्या शिव बाबा ने ब्रह्मा बाबा की खांसी ठीक किया? नहीं किया. नंबर 2 सोल, होल्ड ऑन. मम्मा, चलो ब्रह्मा बाबा तो गृहस्थी था, विकार में गया, बच्चे पैदा किए, पर मम्मा तो प्योर सोल थी ना. 16 साल की उम्र में आए, पवित्र आत्मा, स्वयं सरस्वती देवी लक्ष्मी. लेकिन मम्मा को कैंसर हुआ और वो लंग्स में स्प्रेड हो गया. हर श्वास के साथ तकलीफ होता है जब लंग में जाता है ना, क्योंकि दर्द हो रहा है. क्या बाबा ने मम्मा का कैंसर ठीक किया? नहीं किया. नंबर 3, गुलजार दादी. मम्मा तो फिर भी 16 साल में है, गुलजार दादी 7 साल के उम्र में बाबा के पास आए. 7 साल, एकदम इनोसेंट, प्योरिटी, निगेटिविटी क्या है पता नहीं है, पूरा जीवन दिया. माना ब्रह्मा से ज़्यादा शिव का रथ कौन बने हैं? गुलजार दादी, 50 साल. ब्रह्मा बाबा तो कम साल, लेकिन गुलजार दादी के तन में 50 साल शिव बाबा आए. उनको भी कैंसर हुआ. लास्ट में तो ड्रामा प्लान अनुसार सचिन भाई ने ही दादी को वो कॉफिन पैक में रखा. कॉफिन होता है ना, क्योंकि मुंबई में शरीर छोड़ा ना, तो हमने देखा क्या हालत था. वो पेट में पानी हो गया था और बहुत कुछ था, मैं वो बता नहीं सकता. पर ये सभी आत्माओं ने कोई कंप्लेंट नहीं किया, नंबर 1. नंबर 2, इनकी बीमारी ठीक नहीं हुई, लेकिन इन्होंने योग बल से बीमारी के ऊपर विजय प्राप्त किया, ना कि मैजिक, योग बल. तो मुझे लगता है हमको भी वही करना चाहिए. योग बल से परिस्थिति में स्थिर रहना चाहिए या परिस्थिति को परिवर्तन करना चाहिए अगर हो सकती है तो. लेकिन सब में ये स्टेबल रहे, ये आत्माएं, ये कभी डिस्टर्ब नहीं हुए, हमारी दादिया और मम्मा बाबा. അതായത് ഇത്രയും നേരം നമ്മൾ എങ്ങനെ ഓരോ ബ്രാഹ്മണ കുട്ടികൾ ഡിസ്റ്റർബ് ആവാറുണ്ട്,
ബാബയെ വിട്ടു പോകുന്നു നമ്മൾ കേട്ടു. ഇനി പ്രാക്ടിക്കലി നമുക്ക് ബാബ, മമ്മ, ഗുൽജാർ ദാദിയുടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ വിചാരിക്കും നടക്കാതെ പോകുമ്പോഴാണല്ലോ നമ്മൾ കുറ്റപ്പെടുത്താറുള്ളത്. ഇപ്പോൾ ബ്രഹ്മ ബാബയെക്കുറിച്ച് നമുക്കറിയാം, യജ്ഞത്തിന് വേണ്ടി സർവ്വ സമ്പത്തുകളും സമർപ്പിക്കുകയും ചെയ്തു, തൻ്റെ ശരീരത്തെ ബാബയ്ക്ക് കൊടുത്തു. എന്നിട്ടും ബ്രഹ്മ ബാബയ്ക്ക് വന്നത് എന്തായിരുന്നു? ക്യാൻസർ ആയിരുന്നു. അല്ല, ബ്രഹ്മ ബാബയ്ക്ക് ചുമയായിരുന്നു, വിട്ടുമാറാത്ത ചുമ. അപ്പോൾ ആവശ്യപ്പെട്ടത് ബാബയോട്, ബാബ ഈ രഥം നീ ഏറ്റെടുത്തു, അതിൻ്റെ വാടക ഇങ്ങനെ തന്നൂടെ, പറഞ്ഞ ചുമയെങ്കിലും എനിക്ക് മാറ്റി തന്നൂടെ. പക്ഷെ ബ്രഹ്മ ബാബയ്ക്ക് ചുമ മാറ്റി കൊടുത്തില്ല. രണ്ടാമത്തത് മമ്മയുടെ ഫോട്ടോ നമുക്ക് കാണാൻ മുന്നിൽ. മമ്മ 16 വയസ്സിലാണ് ബാബയുടെ അടുത്ത് വന്നത്. പ്യൂറായിരുന്നു. ബ്രഹ്മബാബ ഗൃഹസ്ഥിയായിരുന്നു, വികാരത്തിൽ പോയി കുട്ടികൾക്ക് ജന്മം കൊടുത്ത് അങ്ങനെ ഒരു കണക്കുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ മമ്മ പ്യൂറായിരുന്നു, പവിത്ര അവസ്ഥയിലായിരുന്നു വന്നത്. അപ്പോഴും മമ്മ സർവ്വതും ബാബയ്ക്ക് ആ ഒരു സമയം മുതൽ തന്നെ സമർപ്പിച്ചെങ്കിലും മമ്മയ്ക്ക് ലാസ്റ്റ് വന്നത് ലങ്സിൽ, ആ ക്യാൻസർ ലങ്സിൽ സ്പ്രെഡായി. അപ്പോൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും വേദനിക്കുകയായിരുന്നു. അപ്പോൾ ബാബ ക്യാൻസർ മാറ്റി കൊടുത്തോ? ഇല്ല. മൂന്നാമത്തത് നമ്മുടെ ഗുൽജാർ ദാദിയുടെ, ബ്രഹ്മബാബയ്ക്ക് ശേഷം ഗുൽജാർ ദാദിയായിരുന്നു ശിവബാബയുടെ രഥം 50 വർഷം വരെ. അപ്പോൾ ഗുൽജാർ ദാദി വന്നത് 7 വയസ്സിലാണ്. അപ്പോൾ 7 വയസ്സിൽ പറഞ്ഞ ഈ ലോകത്തെക്കുറിച്ചുള്ള ഒന്നും അറിയുകയില്ല, ഒരു നെഗറ്റീവിനെ കുറിച്ചുള്ള അറിവില്ല, ഒന്നിനെക്കുറിച്ചുള്ള അറിവില്ല. അത്ര ഇന്നോസൻ്റ് ആയിരിക്കുന്ന നിഷ്കളങ്ക ആത്മാവ്. ആ ആത്മാവിന് വന്നതോ ക്യാൻസറായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസറായിരുന്നു. അപ്പോൾ എന്നിട്ടും ഇവർ 3 പേരും, അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാകാം, പക്ഷെ എന്നാലും എടുത്തു പറഞ്ഞത് ബ്രദർ, ഇവർ 3 പേരും ബാബയെ കുറ്റപ്പെടുത്തിയില്ല. ബാബ എന്താ എനിക്ക് രോഗം മാറ്റി തന്നില്ല എന്ന് പറഞ്ഞില്ല, മനസ്സ് ഡിസ്റ്റർബ് ആയിരുന്നില്ല. പകരം അവരുടെ യോഗബലത്തിൽ കൂടി അവരവരുടെ ആ കണക്കിനെ തീർക്കുകയാണ് ചെയ്തത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സ് ഏത് സാഹചര്യത്തിലും സ്ഥിരതയുള്ളതായിരിക്കണം. യോഗബലത്തിൽ കൂടി വേണം. ഒന്നില്ലെങ്കിൽ പരീക്ഷണത്തെ മറികടക്കാൻ പറ്റണം, അല്ലെങ്കിൽ പരീക്ഷണത്തെ നമുക്ക് മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട്, അതിനെ പരിവർത്തനപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇത് സാധ്യമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സ് ഏത് പരീക്ഷണഘട്ടത്തിലും സാഹചര്യത്തിലും സ്ഥിരതയുള്ളതായിരിക്കണം. ठीक है, समझ में आ रहा है मेरा भाव क्या है बोलने का, है ना? प्लीज़ डोंट गेट मी रॉन्ग. मैं ये नहीं कह रहा हूँ भावना नहीं होनी चाहिए बाबा में, या परमात्मा कुछ कर नहीं सकता है. सब कुछ कर सकता है वो, लेकिन हम साइंटिस्ट है तो हम थोड़ा डिटैच होकर इन सब बातों को देखते हैं. मैं और एक केस स्टडी सुना रहा हूँ. हमारे परम आदरणीय जगदीश भाई जी, है ना, बाबा उनको गणेश कहते थे, बराबर है. उनको जो बीमारी हुई थी लीवर का कैंसर, ठीक है. अभी ये सबसे खतरनाक कैंसर है, क्योंकि कुछ महीनों में शरीर छूट जाता है, बहुत फास्ट ग्रो करता है वो, तो उसका बचना मुश्किल है. वही हुआ जगदीश भाई जी के साथ, पर वो पावरफुल योगी थे, लेकिन कैंसर हुआ. और एक मैं आपको बताता, एक माता मेरे पास आई, उसको भी वही कैंसर हुआ. जगदीश भाई तो चले गए, ये माता को अभी 10 साल हो गया, अभी तक जिंदा है, इसको कुछ नहीं हुआ. तो ये मैं इसलिए बता रहा हूँ कि कर्मों की गति दोनों की अलग है, ड्रामा में दोनों का पार्ट अलग अलग है. हम ये नहीं कह सकते अरे ये देखो इतना अच्छा योगी होके चला गया और ये माता साधारण गृहस्थ मेरे जिंदा है. डोंट कंपेयर. मैं आपको यही बता रहा हूँ कि चाहे ड्रामा में कोई भी सीन आए, मेरी इच्छा के अनुसार हो या इच्छा के अनुसार नहीं हो, दोनों में स्टेबल रहो, स्थिर रहो, तो लंबे समय तक आप ड्रामा में चल पाएंगे अच्छी तरह से. डू यू एग्री? समझ रहे? अच्छा. അതായത് വൈജി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്, ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ സ്ഥിരതയുള്ളതാക്കി വയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് പല സിറ്റുവേഷൻ, ഇപ്പോൾ ഓരോ ഉദാഹരണങ്ങൾ പറയുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. അതേപോലെ പറഞ്ഞു നമ്മുടെ ആദരണീയനായിരിക്കുന്ന ബാബ ഗണേഷ് എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്ന നമ്മുടെ ജഗദീഷ് ഭായിയെ കുറിച്ചാണ്. അപ്പോൾ ജഗദീഷ് ഭായിക്ക് ലിവർ ക്യാൻസർ ആയിരുന്നു. ലിവർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാൻസർ പടരുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നൊരിത്.
അതുപോലെ തന്നെ ഒരു മാതാജി, സാധാരണ ബാബയുടെ കുട്ടിയായിരിക്കുന്ന മാതാജി, അവർക്ക് അതേ സെയിം ക്യാൻസർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അവരുണ്ട്. 10 വർഷമായിട്ടും ക്യാൻസറായിട്ടൊന്നും മരണമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ ചിന്ത വരും, അയാൾ ഇത്രയും വലിയ, ജഗദീഷ് ഭായ് ഇത്രയും വലിയ പക്കാ യോഗിയായിട്ട് എന്തുകൊണ്ട് അത്രയും പെട്ടെന്ന് സംഭവിച്ചു, ഇത്രയും അവർക്ക് അസുഖം വന്ന് ഇങ്ങനെ ഇതായി എന്നുള്ളത്. ഒരു സാധാരണ മാതാ ബാബയുടെ കുട്ടിയായിട്ട് ഇത്രയും അസുഖമായിട്ട് ഇവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ബായിജി പറയുകയാണ്, നമുക്കൊരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അവർക്ക് എന്തെങ്ങനെ ഇവർക്ക് എന്തെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഓരോരുത്തരുടെ കണക്കിന് വ്യത്യാസം ഉണ്ടാകുക. അതിനനുസരിച്ചാണ് ഓരോരുത്തർ കാർമിക് അക്കൗണ്ട് ക്ലിയർ ചെയ്യുന്നതും അഥവാ അത് അനുഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബായിജി എടുത്ത് പറയണ, ഞാനൊരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് എല്ലാം ഡിറ്റാച്ച് ആയിരുന്നു, ഇതിനെല്ലാം ഞാൻ റിസർച്ച് ചെയ്യാണ്. ഭാവന വേണ്ടെന്നല്ല, ബാബയിൽ നമുക്ക് ആ ഒരു ഭാവന ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈ രീതിയിലുള്ള ഭാവനയായിരിക്കരുത്. ഭക്തിമാർഗത്തിൽ ഞാൻ ഇത് ചെയ്തു കൊടുത്ത ബാബ ഇത് ചെയ്തു തരും, ഇങ്ങനെ ചെയ്താൽ ഇത് ചെയ്തു തരും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകരുത്. പകരം ബായിജി പറഞ്ഞത് നമ്മുടെ യോഗബലം, അതിന് ആധാരം എന്താണ്? മനസ്സിൻ്റെ സ്ഥിരത. ഏത് പരീക്ഷകൾ വന്നാലും പേപ്പർ വന്നാലും നമ്മുടെ കാഴ്ചപ്പാട് അതിനനുസരിച്ചായിരിക്കണം. ഡ്രാമയിൽ നമുക്കനുസരിച്ചുള്ള സീൻ ഉണ്ടാകാം, നമ്മൾ ഇച്ഛിക്കാത്ത വിധത്തിലുള്ള സീനറികളൊക്കെ വരാം. പക്ഷേ ഏത് സീനറി നമ്മുടെ മുന്നിൽ വന്നാലും ദൃശ്യം വന്നാലും മനസ്സിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. ठीक है, so far okay. ബായിജി ഇതുവരെ പറയുന്നതിൽ നിങ്ങൾ അഗ്രി അല്ലേ? എല്ലാവർക്കും സമ്മതമാണോ? आप डिस्टर्ब तो नहीं हो रहे ना? നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഒന്നും ആവുന്നില്ലല്ലോ? और शौक आने वाला. ഇനിയും ഷോക്ക് വരാനുള്ള പോയിന്റ് ഉണ്ടെന്ന് അവർ. ब्रह्मा बाबा के लौकिक बेटे कौन? नारायण दादा. अभी ध्यान से सुनो. मैं उनके साथ ट्रेन में आया, मुंबई रहते थे, तो एक दिन मेरे साथ थे. माना हम दोनों साथ में आए ट्रेन में से, और कोई नहीं था कोच में, मैं और वही थे. तो मैंने कहा अच्छा मौका है, अभी बात करते हैं. तो नारायण दादा का चेहरा और ब्रह्मा बाबा का एक जैसा चेहरा, बराबर है ना? देखा है किसी ने? मिले या है? अच्छा, अरे बाप रे, यहाँ आके गए. तो मैंने उनको एक ही प्रश्न पूछा कि आपने तो ब्रह्मा बनने के पहले, माना शिव बाबा प्रवेश करने के पहले आप दादा लेखराज के पुत्र हो, है ना? बचपन से उनके साथ में रहे हो, तो दादा लेखराज को आपने अच्छी तरह से जाना है, क्योंकि आपके लौकिक पिता है. फिर शिव बाबा की प्रवेशता के बाद भी आप उनके साथ में रहे, तो वो भी पार्ट आपने देखा. फिर वहाँ से कराची से भारत में आए, तभी भी आप साथ में थे, करेक्ट? तो इतने साल तक साथ में रहने के बाद आपने ये भी देखा, शिव बाबा को पहचाना, सब कुछ होने के बाद मम्मा को जाना, फिर आपने बाबा का हाथ क्यों छोड़ा? ये मैंने उनको प्रश्न पूछा. बाबा का हाथ छोड़ दिया उन्होंने. कब छोड़ा पता है? हिस्ट्री पता है कब छोड़ा? बाबा का हाथ छोड़ के वो मुंबई गए, मधुबन से बेगरी पार्ट के वक्त. तो बेगरी पार्ट में ना खाने को नहीं मिलता था, तो बाबा ने रोज क्या खिलाते थे पता है? माना अभी इसका ट्रांसलेशन कैसे होगा पता नहीं. छाछ और डोडा, माना रोटी और छाछ, माना बटर मिल्क, वही खाना है रोज. तो इसने एक बहुत लॉजिकल प्रश्न पूछा दादाजी ने कि बाबा, खाने को कुछ नहीं है यज्ञ में, हम पढ़े लिखे हैं, हम मेहनत करके पैसा कमाते हैं, और हम यज्ञ को पैसा ला के देंगे. बाबा ने कहा जो शिव बाबा खिलाता है वही खाना है. अभी कितना दिन आप रोटी छाछ खाओगे? रोज माल खाने वालों को अच्छी अच्छी चीज़ें खाए, 1-2 दिन ठीक है. तो उसने कहा ऐसा तो चलना मुश्किल है. तो बाबा ने कहा फिर तुम जा सकते हो. तब बाबा ने उनको केवल रास्ते का भोजन दिया और टिकट का पैसा दिया, और वो यज्ञ छोड़ के मुंबई गए. तो मैं ये उदाहरण आपको क्यों दे रहा हूँ? दिस इज़ ए क्लासिकल एग्जाम्पल ऑफ नष्टो मोहा. ब्रह्मा बाबा ने खुद का बेटा, बड़ा बेटा, जो इतने साल साथ में रह के केवल बेगरी पार्ट का जब पेपर आया, खाने को नहीं मिल रहा था अच्छी तरह से, तब वो डिस्टर्ब होके बाबा ने कहा देखो शिव बाबा जो खिलाते हैं वही खाना है, नहीं तो आप जा सकते. और वो चला गया छोड़ के. तो ये भी एक केस स्टडीज़ है. അതായത് ഇനി എന്തെല്ലാം രീതിയിൽ നമുക്കിടയിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് പറയാണ് പ്രാക്ടിക്കലി ബ്രഹ്മ ബാബ.
ഇപ്പോൾ ബ്രഹ്മബാബയുടെ മകൻ നമ്മളെല്ലാവരും പഴയവർ കണ്ടിട്ടുണ്ടാവും, നാരായണൻ ദാദ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ഒരു യാത്രക്കിടയിൽ ബ്രഹ്മബാബയും പിന്നീട് ട്രെയിൻ യാത്ര, അപ്പോൾ അതിൽ കോച്ചിൽ ഇവർ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടറും അതുപോലെ തന്നെ നാരായണൻ ദാദയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രദർക്ക് വളരെ സന്തോഷമായി, കാരണം ഈ ഒരു അവസരത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാലോ എന്ന് വിചാരിച്ച് ബാബയോട് ചോദിച്ചു, ബ്രഹ്മബാബയുടെ മകനോട് ചോദിച്ചു, നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ അച്ഛനായിരുന്നല്ലോ ലൗകിക അച്ഛനും അത്ര, അതേപോലെ അലൗകിക അച്ഛനും ആണല്ലോ. അപ്പോൾ ഇത്രയും നീണ്ട ദിവസങ്ങൾ, ഇത്രയും നീണ്ട വർഷങ്ങൾ അവർക്കൊപ്പം 2 ജീവിതവും കണ്ടു, ലൗകികം കണ്ടു, അതുപോലെ തന്നെ അലൗകിക ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കെ ഇടയ്ക്ക് വെച്ച് എന്തിനാണ് യജ്ഞം വിട്ട് കൈവിട്ടു പോയത്? പറഞ്ഞാൽ നാരായണൻ ദാദ ബ്രഹ്മബാബയെ വിട്ടു പോയത് എന്താണ്? അപ്പോൾ ബ്രഹ്മബാബയുടെ മകന് വളരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതായത് ഇത്രയും കാലം അവരുടെ ജീവിതം അത്രയും സമ്പന്നമായിരുന്നല്ലോ. അപ്പോൾ അവർ വിട്ടുപോയ സമയം യജ്ഞത്തിൽ എപ്പോഴാണ് ബക്കരി പാർട്ട് ഉണ്ടായത്. അപ്പോൾ ബക്കരി പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് കഴിക്കാൻ. അപ്പോൾ കേവലം എത്രയോ നാളുകൾ കേവലം മോരും പിന്നീട് റൊട്ടിയും മാത്രം, ചപ്പാത്തി, റൊട്ടി മാത്രം. റൊട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചപ്പാത്തി ഒന്നുമല്ല, എണ്ണയിലിട്ട് നല്ലോണം നെയ്യിലിട്ട് അങ്ങനത്തെ ചപ്പാത്തി. മോര് മോര് മോർ मोर। अच्छा, ये दिल मांगे मोर। ठीक है, അപ്പോൾ മോര് മാത്രം, മോരും ഈ റൊട്ടി മാത്രം കഴിച്ചു. അപ്പോൾ ബ്രഹ്മബാബയുടെ മകൻ ചോദിച്ചു, ഇപ്പോൾ ബ്രദർ പറയാണ്, ഒരു സമ്പന്ന കുടുംബത്തിൽ ദിവസവും പല വിഭവങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നിരിക്കുന്ന ഒരു കുട്ടി, അതും മൂത്ത മകനായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം കഴിക്കുക 2 ദിവസം കഴിക്കുക, ദിവസം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബ്രഹ്മബാബയോട് മകൻ പറഞ്ഞു, നമ്മളൊക്കെ പഠിപ്പുള്ളവരല്ലേ, നമ്മൾ പുറത്ത് പോയിട്ട് സമ്പാദിച്ചു കൊണ്ടുവരാം, അപ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാമല്ലോ, വിഭവസമൃദ്ധമായിട്ട് എല്ലാവർക്കും ഉണ്ണാലോ എന്നുള്ളൊരു സങ്കല്പത്തിൽ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മബാബ പറഞ്ഞു, അതിവിടെ സാധ്യമല്ല, ശിവബാബ എന്താണോ നമുക്ക് നൽകുന്നത് അത് വേണം കഴിച്ച് ജീവിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് നടക്കൂല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു, ഒറ്റ വാക്ക്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ബ്രഹ്മബാബയുടെ മകൻ യജ്ഞം വിട്ട് ബോംബെയിലേക്ക് വരുന്നത്. അപ്പോൾ പോകുമ്പോൾ എന്ത് കൊടുത്തയച്ചു? സ്വന്തം മകനാണ്, മൂത്ത മകനാണ്, എന്താ കൊടുത്തയച്ചാൽ? നമ്മളാണെങ്കിൽ എന്തൊക്കെ കൊടുത്തയക്കും? കരച്ചിലും വീഴ്ചലും അല്ല. അവിടെ കൊടുത്തയച്ചത് ഒരു നേരത്തെ ചോറ്, എന്താ അത് തന്നെ ആയിരിക്കും, ഭക്ഷണം കൊടുത്തു, ടിക്കറ്റിൻ്റെ പൈസ കൊടുത്തു. അപ്പോൾ അവിടെ മോഹത്തിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ മോഹത്തെ ജയിച്ചു എന്നത് നമുക്കവിടെ കാണാൻ പറ്റി. ആരാണ് ആര്യ ബ്രദർ? ബ്രഹ്മബാബയ്ക്ക് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും പല സ്ഥിതിഗതികൾ എത്താം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഏത് രൂപത്തിലായിരിക്കണം? മനസ്സിൻ്റെ സ്ഥിരത. അതുകൊണ്ടാണല്ലോ ബ്രഹ്മബാബയ്ക്ക് അത് സാധിച്ചത്. अच्छा, समझ में आ रहा है मैं क्या बोलना चाह रहा हूँ। हम बहुत लकी है जो पीछे आए, हमने स्थापना के पेपर फेस नहीं किए हैं। कई लोग मुझे पूछते हैं, अरे हम इतना पीछे आ गए, कितना अच्छा होता बाबा के साथ आते, आदि में आते। तो मैं कहता हूँ, अगर आदि में आते अब तक भाग चुके होते। ये तो अच्छा है पीछे आए, मेजॉरिटी है ब्रह्मा कुमारी। अभी तो हमारे सामने सभी केस स्टडीज़ है, इससे सीख के, ये सब उदाहरण मैं क्यों दे रहा हूँ, इसमें हमको सीखना है। हमको ये सब गलतियाँ नहीं करनी है, हमको दूसरों की गलती, सब गलतियाँ खुद नहीं करनी होती, दूसरों की गलतियों से सीखना है और अपने को स्टेबल रखना है। मैं बार बार खुशी के बजाय स्टेबिलिटी के ऊपर जोर दे रहा हूँ, स्थिरता। क्योंकि हर बार आप खुश नहीं रह सकते हैं, लेकिन हर बार आप स्टेबल रह सकते हैं। तो स्टेबिलिटी इज मोर इम्पॉर्टेंट दैन हैप्पीनेस। प्लीज अंडरस्टैंड दिस. അതായത് ബൈജി നമുക്ക് ഈ എല്ലാ ഉദാഹരണങ്ങൾ, അതിന് മുമ്പ് എന്താ പറഞ്ഞത്? അതായത് ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് ബാബ തന്നതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, പലരൊക്കെ പറയും, അവർ യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വന്നിരുന്നെങ്കിൽ എന്തൊക്കെ ആയിരുന്നേനെ, നമുക്ക് അപ്പോൾ വരണമായിരുന്നു, ഇത്ര വൈകി വന്നത്. അപ്പോൾ ബൈ പറയാണ്, അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഓടിയെടുത്തൊന്നും പുല്ലുണ്ടാവുകയില്ല. പറഞ്ഞാൽ അത്രയും പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മുടെ യജ്ഞത്തിൻ്റെ പില്ലേഴ്സ് ആയിരിക്കുന്നവർ ഇന്ന് തയ്യാറായത്. അപ്പം ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ തരുമ്പോഴും നമ്മൾ ബൈജി പറയണ സദാ സന്തോഷം നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല, പക്ഷെ സദാ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിരത നമുക്ക്
നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സന്തോഷത്തെക്കാളും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതിനാണ്, മനസ്സിൻ്റെ സ്റ്റെബിലിറ്റിക്കാണ്. ओके, अभी अभी आगे बढ़ते हैं. अभी मैं आता हूँ मैं सॉल्यूशन के ऊपर. तो मैं ये सब इसलिए बता रहा हूँ कि मेरे पास काउंसलिंग के लिए आते हैं, है ना. लौकिक में अभी आते हैं और अलौकिक, माना जिसको मैं कहता हूँ बीके भी आते हैं और पीके भी आते हैं. ये दोनों मेरे पास काउंसलिंग के लिए आते हैं. पीके माना आज बाबा ने पीके का अर्थ बताया, फिर वो नहीं, एक बाप की कमाई एक पाप की कमाई पर, पीके माना पाप की कमाई पर. तो ज़्यादातर मैं डिप्रेशन देख रहा हूँ बहुत लोगों में. डिप्रेशन माना उदासी की बीमारी, निराशा. निराशा शब्द बहुत अच्छा है. जब हमारी आशा के अनुसार नहीं होता है ना, तब हम निराश हो जाते हैं. और मूड फ्लक्चुएशन, ये एक और बीमारी हम देख रहे हैं. मूड बहुत बदल रहा है लोगों का. तो मूड जब बहुत बदलता है ना, तब स्थिर रहना मुश्किल है आपके लिए. आप बहुत ऊपर नीचे होता रहेगा. और उसके लिए मैं अभी आपको सॉल्यूशन बता रहा हूँ. അതായത് ബൈജി പറയാണ്, ഞാൻ കൗൺസിലിങ്ങും കൊടുക്കാറുണ്ട്. അപ്പം അനേകർ കൗൺസിലിങ്ങിനായിട്ട് ബൈജിയുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ബൈജി പറയാണ്, ചിലർ ബി കേസ് എത്താറുണ്ട്, ചിലർ പി കെയും വരാറുണ്ട്. അപ്പോൾ ബൈജി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബി കെ എന്ന് പറഞ്ഞാൽ ബാബയുടെ സമ്പാദ്യം അനുഭവിക്കുന്നവർ, പി കെ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സമ്പാദ്യം. അപ്പോൾ ഈ പ്രകാരത്തിലുള്ളവർ വരാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നിരാശാ രോഗികളാണ്, പറഞ്ഞാൽ ഡിപ്രഷനിൽ പോയിട്ടുള്ളവരാണ്. രണ്ടാമത്തത് മൂഡ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂഡുള്ളവരായിരിക്കും, അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഇത്തരത്തിലുള്ള മൂഡ് ഫ്ലക്ച്വേറ്റ് ആകുന്നത്, അപ്പോൾ അവരുടെ മനസ്സിനൊരിക്കലും സ്ഥിരത ഉണ്ടായിരിക്കില്ല. आप में से कौन कौन है जिसका मूड बहुत बदलता है? मूड ही ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയുണ്ടോ, മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നവർ? कौन बोलेगा? इज्जत का കയ്യെടുത്ത് सवाल. ആർക്കൊക്കെ അങ്ങനെ ഓരോ സമയത്ത്, രാവിലെ ഒരു സമയം 10 മണിക്ക് വേറെ, പിന്നീട് 11 മണിക്ക് 12 മണിക്ക് വേറെ ഉണ്ടല്ലേ മൂഡ് മാറുന്നത്? क्या बोल, सिचुएशन तो आने ही वाला है ब्रदर, यू कांट एस्केप. मैं ये इसलिए कह रहा हूँ, मेंटल हेल्थ में हमारे सामने चैलेंज ये है. आज सुबह जो स्वामी भाई ने कहा, जब बहुत डिप्रेशन में जाते हैं ना तो सुसाइड कर लेते हैं. माइल्ड टू मॉडरेट डिप्रेशन, मूड ऑफ रहता है. किसी के साथ बहनें अलग करते हैं, भाइयों का चेहरा अलग होता है. बहनें बहुत ग्रेसफुली करते हैं, वो ऐसे करेंगे, ऐसे करें. भाइयों का मूड ऑफ होता है ना, तब आप दुआएं नहीं दे सकते. मैं आ रहा हूँ मेन बाबा के पुरुषार्थ के ऊपर, जो सुबह मैंने बताया, शॉर्ट में बताया, उसी का विस्तार है. मैं ये कह रहा हूँ, फिर से कह रहा हूँ, देखो चाहे कुछ भी हो जाए, बाबा के तो महावाक्य, सबसे डिफ़िकल्ट सिचुएशन होती है घर में किसी का मृत्यु हो जाए, है ना. ये बहुत टफ होता है. लेकिन बाबा की श्रीमत क्या है? अम्मा मरे तो भी, ये बहुत ऊंची अवस्था है. ये बोलना इजी है, लेकिन जब ये डेथ होता है या डिफ़िकल्ट लॉस होता है, उस समय आप खुश रहो, ये मुश्किल है, लेकिन आप स्थिर रह सकते हैं उस समय. तो मैं चाहता हूँ कि मूड हमारा ज़्यादा फ्लक्चुएट नहीं हो, क्योंकि अगर मूड बहुत फ्लक्चुएट हुआ ना, आपका एफिशिएंसी, एफर्ट सब नीचे जाने वाला है. आप डाउन जाओगे, डाउन. मेरे पास बहुत ऐसे लोग हैं जो बाबा के बच्चे हैं, और ऐसे नहीं कि गृहस्थ वाले, समर्पित. उनको माना किसी को भी ये बीमारी हो सकती है, मानसिक बीमारी, इंक्लूडिंग डॉक्टर्स. हाँ, मैं अभी केस स्टडी सुनाने वाला हूँ. तो इसको एक्सेप्ट करो, इसके साथ फाइट मत करो कि अरे मैं तो बाबा का बच्चा हूँ, इतना समय से योग कर रहा हूँ, सब कुछ, फिर मेरे को कैसे हो गए? नहीं, ये बीमारी किसी को भी हो सकती है, ठीक है. इसके बहुत सारे कारण होते हैं जो हमारे कंट्रोल में नहीं है. उसका इलाज कराओ और इसमें से बाहर निकलो, आप ठीक हो जाएंगे. ज़्यादा അതായത്
ठीक है ना? സോറി. അതായത് ഡോക്ടർ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പരിതസ്ഥിതികൾ ഉണ്ടായാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം വരുന്നത് നമ്മുടെ അടുത്തുള്ളവരുടെ മരണം തന്നെയായിരിക്കാം. അപ്പോൾ ബാബ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ലോഗൻ എന്താണ്? അമ്മ മരിച്ചാലും അലുവ കഴിക്കണം എന്ന് വെച്ചാൽ കടയിൽ പോയി അലുവ കഴിക്കാനല്ല, നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയെ അത്തരത്തിൽ നമുക്ക് സ്ഥിരതയുള്ളതാക്കി വയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പുറമേ ഉള്ളവരും ഡിപ്രഷനിൽ പോകാറുണ്ട് എന്നതുപോലെ തന്നെ ബാബയുടെ കുട്ടികളാണെങ്കിലും മൂഡ് ഫ്ലക്ച്വേഷൻ അധികം സംഭവിക്കാറുണ്ട്. കാരണം എന്താ? നമ്മുടെ സിറ്റുവേഷനൊന്നും നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്താണ്? ഞാൻ ഇത്രയും വർഷത്തെ യോഗിയാണ്, ഇത്രയും ജ്ഞാനമുണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. അതിപ്പോൾ സാധാ കുട്ടികളാണെങ്കിലും ശരി, നമ്മുടെ ഡോക്ടേഴ്സാണെങ്കിൽ പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, കാരണം ഡോക്ടറായിരിക്കെ അവർ പറയാണ് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. സറണ്ടർ ലൈഫിലുള്ളവരാണെങ്കിലും ശരി, ഈ ഒരു അസുഖം, ഏതസുഖം? മൂഡ് ഫ്ലക്ച്വേഷൻ ആകുക. ബ്രദേഴ്സിൻ്റെ രീതിയെ വേറെ, അമ്മമാർക്ക് അഥവാ സിസ്റ്റേഴ്സിന് ആ മൂഡ് പറഞ്ഞാൽ നമ്മുടെ മാറ്റം വരുന്നതും വേറെ രീതിയിലാണ്. എന്നിരുന്നാലും എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു അസുഖം ബാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമല്ല, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ മൂഡ് എന്താകാറുണ്ട്? മാറാറുണ്ട്. അപ്പോൾ അതൊരിക്കലും സംഭവിക്കരുത് എന്നാണ് ഡോക്ടർ പറയുന്നത്. अच्छा, अभी केस स्टडी सुनो. मैं फिलॉसफी नहीं बता रहा हूँ, सब रियल लाइफ इंसिडेंट्स. साइकियाट्रिस्ट बाबा का बच्चा, बहुत फेमस, इंटरनेशनली फेमस, आपने नाम सुना होगा, डॉक्टर अवधेश शर्मा. सुना है? किसने किसने सुना था? अभी उनका शरीर छूट गया. वो प्रेसिडेंट रहे साइकियाट्री के, माना प्रेसिडेंट बड़ी पोस्ट होती है. फिर इंटरनेशनल लीड साइकियाट्रिस्ट, उन्होंने मधुबन में हमारे मेडिकल विंग के क्लास में सुनाया कि उनको भी डिप्रेशन हो गया. सी ही इज़ अ साइकियाट्रिस्ट. उनको डिप्रेशन हो गया, फिर वो दूसरे साइकियाट्रिस्ट के पास गए, दवाई लिया और अपना डिप्रेशन ठीक किया. एक साइकियाट्रिस्ट बोल रहा है. दूसरा, मैं नाम नहीं बताऊंगा, सीनियर बीके टीचर जो ब्रह्मा बाबा की पालना लिए हुए हैं, उनके हाथ पे बाबा भोजन करते, उनका हाथ बहुत बड़ा है. तो मुझे वो सुनाती थी कि बाबा मेरे हाथ पे ये सब रखते थे और खाना खाते थे, मैं कितनी भाग्यवान हूँ. तो वो उसको हाइपोथायराइडिज्म हो गया. अब ये बीमारी बहुत कॉमन है बहनों में, हाइपोथायराइड हो जाना वेरी कॉमन. तो उस बीमारी में डिप्रेशन में जाते हैं. तो मैंने देखा है ऐसे बहुत कॉमन है. अपने को आइडेंटिफाई मत करो इसके साथ, अरे मैंने तो कोई पाप कर्म की है, मैं बहुत पापी हूँ इसलिए, बिल्कुल नहीं. दिस इज़ रॉन्ग थिंकिंग. बीमारी आई है, इलाज कराओ और ठीक हो जाओ. उसके साथ अपने को आइडेंटिफाई नहीं करो. मैं उदाहरण इसलिए दे रहा हूँ कि ये बीमारियाँ, मानसिक बीमारियाँ किसी को भी हो सकती है. किसी को माना किसी को भी हो सकती है. अगर मैं और उदाहरण दूँ तो आपको नाम पता चलेगा, इसलिए मैं नहीं दे रहा हूँ, क्योंकि कॉन्फिडेंशियल रखते हैं हम ये सब बातें. मैं आपको एज अ डॉक्टर इन मेंटल हेल्थ मैं आपको ये बता रहा हूँ, किसी का भी मूड ऑफ हो सकता है, कोई भी डिप्रेशन में जा सकता है, किसी को भी चिंता हो सकती है, चिंता की बीमारी, किसी को भी ओसीडी हो सकता है. ओसीडी माना बार बार विचार आना, है ना? किसी को भी हो सकता है. किसी को भी नींद की बीमारी हो सकती है. ये सब मानसिक बीमारी के साथ. किसी को भी बाइपोलर हो सकता है. बाइपोलर माना 3 महीना आप मैनिया में रहेंगे, एकदम उत्तेजित अवस्था रहे, 3 महीना डिप्रेशन में रहेंगे. ये सब बीमारियां हम देख रहे हैं. और किसी को भी आत्महत्या के विचार आ सकते हैं. भले आप कितने भी अच्छे हो, पुराने हो, किसी को भी हो सकता है ये. तो मैं आपको ये कह रहा हूँ, अगर ऐसा है तो डरो मत, डरो मत, हमारे साथ बात करो, टॉक टू अस, वी कैन टेक यू आउट ऑफ द सिचुएशन. हम आपको उस परिस्थिति से बाहर निकाल सकते हैं. आज हमारे पास अच्छी दवाइयाँ हैं, अच्छे काउंसलिंग मेथड है, जिससे ये बीमारियाँ पूरी तरह से ठीक हो सकते. एक या तो ठीक नहीं हुई तो कंट्रोल में रह सकती है और आप अपना जीवन अच्छी तरह से जी सकते हो.
समझ में आ रहा है? दीदी थोड़ा बताएगी. എല്ലാവർക്കും മനസ്സിലായി? അതായത് ഡോക്ടർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്, നമ്മൾ പലപ്പോഴും നമ്മളുടെ ബുദ്ധി അത്ര ബുദ്ധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, സ്പെഷ്യലി ഡോക്ടർ പറയുകയാണ് ഞാൻ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന ഡോക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നത്. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഡിപ്രഷൻ ഉണ്ടാകാം, ആർക്കും ആ രോഗത്തിൻ്റെ കുറേ പേര് പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും ചിന്തകൾ ഉണ്ടാകാം, പറഞ്ഞ് ചിന്തിക്കുന്ന ആവർത്തിച്ച് ചിന്തിക്കുക. പിന്നെ എന്തോ ഒരു OCD പറഞ്ഞ പേര് ചിന്തിച്ച കാര്യം തന്നെ ആവർത്തിച്ച് ചിന്തിക്കുക. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ബൈപ്പോളാർ, പറഞ്ഞാൽ 3 മാസം നല്ല ലഹരിയിലുണ്ടാവും, 3 മാസം മൊത്തം ഡിപ്രഷനിൽ പോകും. ഇങ്ങനെ പല രീതിയിൽ ഉറക്കില്ലായ്മ, സൂസൈഡ് ടെൻഡൻസി ഉണ്ടാവുക, ഇതൊക്കെ നമുക്കിടയിലും ആർക്ക് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു നമുക്ക്, അവരുടെ പേരാണ് അവധേഷ് ശർമ്മ എന്ന് പറഞ്ഞ്, അവർ മരണപ്പെട്ടു. അപ്പോൾ അവർ സൈക്കാട്രിസ്റ്റിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു, പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ അവർക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്രയും ഇതായിരുന്ന ഡോക്ടർ പോലും പറയാറുണ്ട് തൻ്റെ അനുഭവത്തിൽ എനിക്കും ഒരു സമയത്ത് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബൈജി പറയാണ് ഇങ്ങനത്തെ അവസ്ഥ ആർക്ക് വേണമെങ്കിലും വരാം എന്ന് വെച്ച് ഇവർക്കെന്താ വന്ന് അങ്ങനത്തെ ഒരു സങ്കല്പം നമ്മൾ വരുന്നത് തെറ്റാണ്. രണ്ടാമത്തെ ഞാൻ എന്ത് പാപം ചെയ്തിട്ടേ ഇത് വന്ന് അങ്ങനെ ചിന്തിക്കുന്നതും തെറ്റാണ്. ഞാൻ ഇനി തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെയൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ബായിജി പറയണ ഇതൊന്നും ഇങ്ങനെ ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ തെറ്റ്. രണ്ടാമത്തത് ഇതിന് വന്നാൽ തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്ന് അവർ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ്, നമ്മളത് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്താൽ, നമ്മൾ സ്വയം അതിനെ ട്രീറ്റ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കഴിക്കാൻ നമുക്കതിന് പുറത്ത് വരാം. ചിലത് പുറത്ത് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും, ഇന്ന് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ഡോക്ടർ തന്നെ പറയണം നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തോ, കൗൺസിലിംഗ് ചെയ്യാം. അതുപോലെ തന്നെ അതിന് പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാൻ പറ്റുന്നില്ല, അതിനെ കൺട്രോൾ ചെയ്ത് പോകാനും സാധിക്കുമെന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നീട് തെറ്റായി ചിന്തിച്ചു കൂട്ടേണ്ട കാര്യവുമില്ല. അതുപോലെ തന്നെ ഒരു ബെഞ്ചിയുടെ കാര്യം പറഞ്ഞു, ബ്രഹ്മബാബ ഉള്ള സമയത്ത് തന്നെ അവരുടെ കൈ നല്ല വലിയ കൈയാണ്. അപ്പോൾ ബാബ പോലും അവരുടെ കയ്യിൽ ഇങ്ങനെ ഭക്ഷണം വെച്ച് കഴിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും എനിക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ ആ സിസ്റ്ററിന് പോലും ഇങ്ങനൊരവസ്ഥ വന്നിരുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. ഇനി ഇത് ചിന്തിച്ച് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കണക്കൂട്ടരുത് എന്ന്, എനിക്കുണ്ടാവോ അങ്ങനെയെന്നുള്ളത്, അങ്ങനത്തെ സങ്കല്പമൊന്നും വേണ്ട. अच्छा, आपको अच्छा लग रहा है? अच्छा लग रहा है मेरे को चेहरे से. अगर अच्छा लग रहा है तो तालियां बजाओ, जोरदार तालियां, जोरदार बजाओ, अच्छी तरह से बजाओ. कम से कम ताली बजाते वक्त तो हंसो, मुस्कुरा के ताली बजाओ, मुस्कुराओ जोर जोर से. പുഞ്ചിരിച്ചുകൊണ്ട് കൈയടിച്ചൂടെ? പുഞ്ചിരിച്ചുകൊണ്ടെന്ന് കൈയടിച്ച്. चलो आप ऐसे. क्या ये ट्रांसलेशन में बहुत गड़बड़ होता है. मैं जो भाव से बोलना चाहता हूँ इधर जाते जाते वो ट्रांसलेशन क्या हो रहा है मुझे इतना नहीं समझ में आ रहा. लेकिन मैं आपको रियल स्टोरी, और मेरे पास बहुत खजाना है, 30 साल से भारत घूम रहा हूँ. अभी आपको हिंदी समझने वाले तो एंजॉय करेंगे बहुत, ट्रांसलेशन वालों को थोड़ा टाइम लगे. बहुत अच्छा है, शी इज़ वेरी गुड. हाँ, तालियां बजाओ प्रिया बहन के लिए. देखो बहुत जगह पे मैं जाता हूँ, वो हर बात को बहुत ध्यान से सुन रही है, इतना तो मुझे समझ में आ रहा है. एवरीथिंग, वो हर एक वर्ड को सुन रही है. पर ये अभी कैसे होगा? बेस्ट ऑफ लक. मैं हिमाचल प्रदेश में गया था, मेरे साथ डॉक्टर प्रेम मसन, यू नो प्रेम मसन, डॉक्टर प्रेम मसन बाबा आए थे इधर. वो रेडिएशन ऑन्कोलॉजी, हम दोनों कुमार, तो सेवा किया बहुत. हिमाचल का एक है सेंटर, मैं उसका भी नाम नहीं लूँगा. तो दीदी ने बोला देखो कुमारों की भट्टी है. हमने कहा ठीक है. तो नहीं, कुमार योग करने वाले, बहुत अच्छा, आप भी ज्वाइन करो. तो हम तो थके हुए थे. कब दीदी, कितने बजे? हमारे कुमार बहुत पावरफुल है, बहुत शक्तिशाली, वो 2 बजे से योग में बैठेंगे. तो हम दोनों एक दूसरे को देख रहे, क्योंकि हम 2 बजे नहीं उठते. तो हमने बोला दीदी 2 बजे नहीं, हम 4 बजे आ जाए. बोले ठीक है.
पर आप भट्टी करो। हमने कहा ठीक है। तो हमारी नींद तो पूरी नहीं हुई थी, रात को लेट सोए थे। सुबह कैसे वैसे हम दोनों उठ गए और जहाँ भट्टी चल रही थी क्लास में वहाँ गए। तो हम पीछे ही बैठे, एक कुमार संदली पे बैठा था, बाकी सब नीचे 2 बजे से योग कर रहे हैं। तो मैंने योग करना चालू किया तो मैं देख रहा था ये जो भट्टी कर रहे थे इंक्लूडिंग संदली वाला, सभी लोग सो रहे। तो मैंने प्रेम मसन को कहा, प्रेम मसन भाई ये क्या भट्टी, ये तो सभी सो रहे हैं। तो प्रेम मसन मुझे कहा, अरे तू भी सो जाना, मैं भी सो जाता, हम सब सोते। तो मैंने कहा नहीं, दीदी आ गई अचानक। तो आगे थोड़ी देर बाद मैं क्या देख रहा हूँ, मेरी एक बार नींद खुल गई तो नींद नहीं आती है मुझे, तो मैं संदली वाले को देख रहा हूँ। वो संदली वाला बहुत पावरफुल योग करते करते ऐसे आगे आ रहा है, ऐसे आगे आ रहा है। तो मैंने फिर से प्रेम मसन को बोला, प्रेम मसन भाई वो देखो। बोला क्या हुआ? वो जो संदली वाला है ना आगे आ रहा है। तो बोला फिर क्या, वो गिरने वाला है। तो प्रेम मसन मुझे बोलते, तू संकल्प मत कर, तेरे सभी संकल्प पूर्ण हो जाते। मैंने कहा संकल्प करने का प्रश्न ही कहा, दिखाई दे रहा है वो गिरने वाला। और आगे वही हुआ, वो संदली से नीचे गिर गया। अभी जैसे ही गिर गया प्रेम मसन मुझे बोलते, उसको पता नहीं चलना चाहिए, हमने देखा, नीचे देखा। और जैसे वो नीचे गिर गया उसकी नींद टूट गई। जैसे ही गिरा उसने देखा, किसी ने देखा तो नहीं, अभी कौन देखेगा, सब सो रहे। फिर वो वापस जाके बैठ। വായിജി ഹിമാചൽ പ്രദേശിൽ സേവയ്ക്ക് വേണ്ടി പോയ ഒരു കാലഘട്ടം ഓർക്കുകയാണ്. അപ്പോൾ പ്രേമസന്ത് ഭായി പലർക്കും അറിയാം, മധുബന മിലനത്തിന് പോകുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യിപ്പിക്കാറുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ആ ഭായി ഇവരും രണ്ടുപേരും കുമാരാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, നാളെ മുതൽ ഭട്ടി കുമാർസ് ഭട്ടിയാണ്, നിങ്ങൾ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവർ വൈകി എത്തി അന്ന് അവിടെ. അപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി ഉറങ്ങാനും. അപ്പോൾ രാവിലെ എത്ര മണിക്കാണ് ഭട്ടി? 2 മണിക്കാണ് ഭട്ടിന്ന്. അപ്പോൾ ബേഞ്ചി വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു, നമ്മുടെ കുമാർസ് 2 മണിക്ക് എനിക്ക് യോഗം ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ 2 മണിക്ക് എഴുന്നേൽക്കണോ ഭട്ടി ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ പറഞ്ഞില്ല, ക്ഷീണമുള്ളത് കൊണ്ട് നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കും. പരസ്പരം പറഞ്ഞ് 2 മണിക്ക് എഴുന്നേറ്റ് എങ്ങനെ പോകാൻ, ക്ഷീണം പിടിച്ചല്ലോ. അപ്പോൾ ദീദിയോട് പറഞ്ഞ് 4 മണിക്ക്. ശരി, ഇവർ 4 മണിക്ക് എങ്ങനെയോ തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് വന്നു. കാരണം യാത്രാക്ഷീണമുണ്ട്, അതുകൊണ്ട് വന്നിരുന്നു. നോക്കുമ്പോൾ ഹാളിൽ ഒരു കുമാരിരുന്ന് യോഗം ചെയ്യിപ്പിക്കുന്നു, ബാക്കി ആൾ ക്ലാസ് ഹാളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ബാക്കിൽ പോയിരുന്നു. നോക്കുമ്പോൾ ദൃശ്യം എന്തായിരുന്നു? യോഗം ചെയ്യിപ്പിക്കുന്ന ആളും ഉറക്കത്തിലാണ്, കൂടെ ഇരിക്കുന്ന ക്ലാസ് ഹാളിൽ ഇരിക്കുന്ന ബാക്കി കുമാർസും ഉറക്കത്തിലായിരുന്നു. അപ്പോൾ പ്രേമസന്ത് ഭായിയോട് പറഞ്ഞു, ഇതാണോ പറഞ്ഞത് ദീദി ഭട്ടി ചെയ്യുന്നുണ്ട് എന്ന്? എല്ലാവരും ഇരുന്ന് ഉറങ്ങല്ലേ. അപ്പോൾ പ്രേമസന്ത് ഭായി, നീ മിണ്ടണ്ട, നീ ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങുന്നു. അങ്ങനെ 2 പേരും ഉറങ്ങി കണ്ണു തുറന്നു. പിന്നീട് ബൈക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ നോക്കുമ്പോണ്ട് ഗദ്ദിയിലിരുന്ന് യോഗം ചെയ്യിപ്പിക്കുന്ന ബ്രദർ തൂങ്ങി മുന്നോട്ട് വരുന്നു. അപ്പോൾ ഒന്നും കൂടി വിളിച്ച് പറഞ്ഞു, പ്രേമസന്ത് ഭായി നോക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്? തൂങ്ങി ഇതേ മുന്നോട്ട് വരുന്നുണ്ട്, പിന്നെ എന്താകും? പിന്നെ താഴെ വീഴും. അപ്പോൾ പ്രേമസന്ത് ഭായി പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കോ, നിൻ്റെ ഓരോ സങ്കല്പം അവിടെ നടക്കുന്നുണ്ട്, നീ അതുകൊണ്ട് അതും കൂടി നടത്തിക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ, ഞാൻ പറയുന്നതല്ലല്ലോ, എനിക്ക് നേരെ കാണുന്നില്ല, ഇതേ തൂങ്ങി ഇപ്പം വീഴുന്നു. അപ്പോൾ നോക്കുമ്പോൾ വീണു അയാൾ. അപ്പോൾ വീണിട്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് നോക്കി ആരെങ്കിലും എന്നെ കണ്ടോ എന്നുള്ളത്. അപ്പോൾ പ്രേമസന്ത് ഭായി പറഞ്ഞു, നീ വേഗം കണ്ണടച്ചിരുന്നേ, പിന്നെ നമ്മൾ കണ്ടു എന്നുള്ളത് അയാൾക്ക് നാണക്കേടാവില്ലേ. അപ്പോൾ കണ്ണടച്ച്, എന്ത് കണ്ണടയ്ക്കാനാ? അപ്പോൾ അയാൾ നോക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്, ആരാ കാണാൻ? വീണ്ടും എഴുന്നേറ്റ് ഗതിയിലേക്ക് ഇരിക്കുകയാണ് ചെയ്തത്. अभी आप अगर हंसे ना खुश, आपका ब्रेन चेंज हो रहा है, ये आपको पता ही नहीं चला. ये मैंने एक एक्सपीरियंस सुना है, आपका पूरा केमिस्ट्री चेंज हो गया. അപ്പോൾ ഈ ഒരു കാര്യം റിയലാണ് നടന്നതെങ്കിലും നിങ്ങൾ ഇത്രയും കേട്ടപ്പോൾ ചിരിച്ചില്ലേ? ചിരിച്ചപ്പോൾ തന്നെ ആ ചിരി തന്നെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ കെമിസ്ട്രി മാറ്റിയുണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. जब भी मौका मिले ना खुश हो जाओ, क्योंकि बाद में रोना
मुश्किल होगा बाद में, क्योंकि जिस तरह से बाबा मुरली में सुना रहा है ना कि डिफ़िकल्ट टाइम आने वाला है ना। खुश होना है, ठीक है, वापस स्टेबिलिटी की तरफ आओ, मैं आपको ये कह रहा, और उसका मैं अभी एक एक सॉल्यूशन आपको दे रहा। पहला मैंने सुनाया, ऐसे हमारे जीवन में ना बहुत सारी घटनाएं होती है। अभी आपके पास ऑप्शन क्या है? जो अच्छा नहीं हो रहा है उसके बारे में सोचो, या जो खुशी की बातें हैं उसके बारे में सोचो, बराबर है ना। वो मूवी देखने जाते हैं लोग थिएटर में, यहाँ केरला वाले मूवी देखते हैं। मोहनलाल आपका बहुत फेमस एक्टर, उसको फाल्के अवार्ड मिला इस समय, नेशनल अवार्ड मिला। तो मूवी भी दो प्रकार के होते, एक रोते रहो, एक हंसते रहो, ठीक है ना। 100, 200, 300 रुपया दे के 3 घंटा रोते रहो, 3 घंटा हंसते रहो। चॉइस हमारे हाथ में है ना। ये बाबा ने संडे की मुरली में कहा था कि अमृत वेले से ही, देखो बाबा ने कहा अमृत वेले से ही खुशी की खुराक खाना चालू करो। अमृत वेला उस वक्त से ही आप खुशी के संकल्प करेंगे ना, दिन भर आपकी खुशी रहेगी। तो ये बहुत बड़ा प्रिंसिपल बाबा साइकोथेरेपी का मुरली में सुना रहा है। बाबा इज बिगेस्ट डॉक्टर, साइकोलॉजिस्ट। तो सुबह सुबह ही आप ना ये थॉट्स क्रिएट करो। मैं एग्जांपल सुना रहा हूँ, इसको सीबीटी थेरेपी कहते हैं। ये थेरेपी है, डॉक्टर्स को समझ में आ जाएगा। सीबीटी माना कॉग्निटिव बिहेवियरल थेरेपी। रुको, ये जाओ आगे। सीबीटी माना कॉग्निटिव बिहेवियरल। अभी ये कैसे काम करती है वो मैं सुनाता हूँ। हम कैसे ठीक करते हैं पेशेंट को। तो बहुत सिंपल है, कठिन नहीं है। जैसे आपके विचार होते हैं वैसे आपकी भावनाएं होती हैं, ठीक है। विचार से भावनाएं बनते, ठीक है। खुशी के विचार से खुशी की भावना बनेगी, बराबर है ना। निराशा के विचार से निराशा की भावना बनेगी, गुस्से के विचार से गुस्से की भावना बनेगी। तो जैसे विचार वैसे भावना, और विचार आपके कंट्रोल में है, इसका मतलब एग्जैक्टली इसका मतलब आपकी भावना भी आपके कंट्रोल में है। आप अपनी भावना को बदल सकते हैं, आपके हाथ में है। ये थेरेपी है। तो समझो ये लेक्चर अभी जो चल रहा है, मैं आपको सुना रहा हूँ। अभी कितना देर हो गया? 1.5 घंटा हो गया मैं आपसे बात कर रहा हूँ। अगर ये लेक्चर आपको अच्छा नहीं लगा, किसी भी कारणवश अच्छा नहीं लगा, कौन जिम्मेवार है? मैं या आप? तो आप ही जिम्मेवार है, मैं जिम्मेवार नहीं हूँ। क्योंकि मन में विचार कौन क्रिएट कर रहा है? हम। तो हर परिस्थिति में क्या सोचना क्या नहीं सोचना किसके हाथ में है? आपके हाथ में है। तो अगर आपके विचारों को आपने ठीक रखा ना, तो आपके इमोशंस को आप ठीक रख सकते, भावनाओं को ठीक रख सकते। അതായത് ബൈജു ഉദാഹരണം പറയാണ്, ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ രണ്ട് നല്ല സിറ്റുവേഷനും ഉണ്ടാകാം, മോശ സിറ്റുവേഷനും ഉണ്ടാകാം. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞു, സിനിമ കാണുന്നവരാണല്ലോ. അപ്പോൾ മോഹൻലാലിൻ്റെ ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഈ സിനിമ കാണാൻ പോകുന്നത് ഒന്ന് ചിരിച്ച് 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 തീരേണ്ട സിനിമയായിരിക്കും, അല്ലെങ്കിൽ മറ്റേത് കരഞ്ഞ് കരഞ്ഞ് തീർക്കാനുള്ള സിനിമയായിരിക്കാം, റോന. അപ്പോൾ 300 രൂപ കൊടുത്തിട്ട് ഒരു സിനിമയിൽ മൊത്തം 3 മണിക്കൂർ ഇരുന്ന് കരയും ചെയ്യാം, അല്ലെങ്കിൽ ചിരിക്കുകയും ചെയ്യാം. അപ്പോൾ 2 വിധത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ വായിച്ച് പറയാണ്, ഞാൻ ഇത്രയും സമയം 1.5 മണിക്കൂർ ക്ലാസ് എടുത്ത് അത് ചിലവർക്ക് ചില കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അതിൻ്റെ കാരണക്കാരനാരാ? ഞാനാണോ നിങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നിങ്ങൾ തന്നെ. കാരണം എന്താന്ന് പറഞ്ഞാൽ വായിച്ച് പറയാണ്, ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ബാബ നമുക്ക് മിഞ്ഞാനത്തെ മുരളിയിൽ പറഞ്ഞിരിക്കുന്നൊരു ടോപ്പിക്കാണ്, നമുക്ക് ചിരിക്കേണ്ട സമയത്തൊക്കെ ചിരിക്കാം, പക്ഷെ വീണ്ടും നമ്മൾ നമ്മുടെ മനസ്സിനെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പഠിക്കണം. അപ്പോൾ ബാബ അത്തരത്തിലുള്ള ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. അതുകൊണ്ട് ബാബ മുരളിയിൽ പറഞ്ഞു, അമൃത് വേളയിൽ തന്നെ സന്തോഷത്തിൻ്റെ സങ്കല്പങ്ങൾ, സ്മൃതികൾ കൊണ്ടുവരിക.
അപ്പോൾ രാവിലെ തന്നെ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ മുഴുവൻ ദിവസം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. അപ്പോൾ ബാബ എത്ര വലിയ പോയിൻ്റാണ് പറഞ്ഞത്. കാരണം ഇവർ സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞു, ഡോക്ടറിൻ്റെ ഭാഷയിൽ ഒരു രോഗത്തെ എന്താണ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, തെറാപ്പിയെക്കുറിച്ച് അല്ലേ, തെറാപ്പിയെക്കുറിച്ച് CBT എന്ന് പറഞ്ഞ തെറാപ്പി. सॉरी आप ना वो क्या बोलते हैं आर्टिफिशियल इंटेलिजेंस मेटा करके इंजन होता है व्हाट्सएप में, उसमें डालो व्हाट इज CBT, वो आपको डिटेल में दे देगा. അതെ, ഡീറ്റെയിൽ അറിയണമെങ്കിൽ AI ഇപ്പോൾ ഉണ്ടല്ലോ, ചോദിച്ചാൽ എന്തും പറഞ്ഞുതരും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കുക. അപ്പോൾ അതിൽ ബ്രദർ പറഞ്ഞത് ഈ പോയിൻ്റാണ്, നമ്മൾ ഏതുപോലുള്ള ചിന്തകൾ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ നമ്മുടെ ഇമോഷൻസ് പറഞ്ഞ ഭാവനകൾ. അപ്പോൾ നല്ല ചിന്തകളാണെങ്കിൽ നല്ല ഭാവന ഉണ്ടാകും. നമ്മൾ മോശമായിരിക്കുന്ന സങ്കല്പങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ അതിനനുസരിച്ച് ഭാവന ഉണ്ടാവുകയുള്ളൂ. ദേഷ്യപ്പെട്ടിട്ടുള്ള ചിന്തകളാണെങ്കിൽ നമ്മുടെ ഭാവനകളും അതുപോലെ ആയിരിക്കും. പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ എന്ത് അനുഭവിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾ നമ്മുടെ കൺട്രോളിലാണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നു അത് ഞാൻ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ചിന്തകൾ അഥവാ സങ്കല്പങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ എൻ്റെ ഭാവനകളും എന്താകും, എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്തിനെയാണ്, നമ്മളുടെ കയ്യിൽ വശം വെക്കേണ്ടത് ഏതാണ്, നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ എനിക്കുള്ള ചോയ്സ് എന്താ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം, കരയണമെങ്കിൽ കരയാൻ. അത് ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ളത്. उदाहरण अभी केस स्टडी, इसका भी केस स्टडी है, क्योंकि ना फिलॉसफी भूल जाती है, ज्ञान उदाहरण ध्यान में रखते हैं. बराबर है. आप अभी वो नारायण दादा का नहीं भूलेंगे, दादियों का नहीं भूले, सब उदाहरण ध्यान में रहते, इसलिए हम केस स्टडी. मधुबन में था, बाबा ने एवर हेल्दी हॉस्पिटल के लिए निमित्त बनाया था. तो मधुबन में घूमने को आते हैं बहुत लोग. एक VIP माता आई मुंबई से, सीनियर सिटीज़न 60+. तो बूढ़े लोगों को क्या ध्यान में ना, बाथरूम में उनका पैर फिसल जाता है, उनको बहुत ध्यान में. तो इसका पैर फिसल गया, हाथ के ऊपर गिर गई, तो ये हड्डी टूट गई हाथ की, फ्रैक्चर हुआ. तो उसको प्लास्टर आया. तो मैंने सोचा VIP है, चलो जाके काउंसलिंग करते हैं. तो मैंने क्या देखा कि वो माता ऐसे प्लास्टर आया था, हंस रही है जोर से. तो मुझे थोड़ा ऑड लगा. मैंने पहला पेशेंट देखा, हड्डी टूटी और इतना खुश. मैंने माताजी को बोला, माताजी कैसे है? बोला ठीक हूँ बेटा. मैंने कहा आप इधर घूमने के लिए आए थे, आपका हाथ का हड्डी टूट गया, आप हंस रहे? उसका पहला जवाब देखो, फर्स्ट आंसर. शी सेड कोई बात नहीं बेटा, हाथ का हड्डी टूटा है ना, पैर तो ठीक है, मैं ऐसे लेके घूम सकती हूँ. मैंने कहा एक्सेलेंट, लेकिन कुछ तो और बात है. दूसरा जवाब, बेटा हड्डी टूटा है ना, हाथ तो नहीं टूटा है, हड्डी क्या जुड़ जाएगी, 1 महीने में मैं ठीक हो जाऊंगी. मैंने कहा नहीं, कुछ तो और बात है. तो मुझे कहती है तुम बड़े चालाक डॉक्टर लगते हैं. मैंने कहा वो तो मैं हूँ, कारण बताओ, इतना खुश क्यों हो तुम? तब उसने सही कारण बताया. उसने कहा मुझे सबसे ज़्यादा खुशी इस बात की है, यहाँ से जब मैं वापस घर पे जाऊँगी मुंबई में, घर जाने के बाद मुझे 1 महीने तक घर का कोई भी काम नहीं करना पड़ेगा. इसकी सबसे ज़्यादा मेरी बहू को करना पड़ेगा. मुझे बहुत खुशी है. ഡോക്ടർ ഇതെല്ലാം പറഞ്ഞാൽ റിയലായി നടന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രൂപത്തിൽ നടന്നിട്ടുണ്ടാവുമല്ലോ. ചിലയിടത്തൊക്കെ നമുക്ക് ഡിപ്രഷൻ ചിന്തകൾ വരും. അപ്പോൾ ഡോക്ടർ പറയണേ കേവലം ഇങ്ങനെ ലെക്ചർ കൊടുത്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതൊന്നും ഓർമ്മയുണ്ടാവില്ല, ഫിലോസഫിയൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഉദാഹരണങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, ബ്രഹ്മബാബയുടേതാകട്ടെ മറ്റ് കഥകളാകട്ടെ, ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്, അതൊരിക്കലും മറക്കില്ല. അപ്പോൾ അങ്ങനെ പറയാൻ ഡോക്ടർ എവർ ഹെൽത്തി ഹോസ്പിറ്റലിൽ നിമിത്തമായിരുന്നപ്പോൾ അവിടെയൊക്കെ പുതിയ പുതിയ വിസിറ്റേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കൽ ബോംബെയിൽ നിന്നൊരു VIP മാത, ഏകദേശം 60-ന് മുകളിൽ പ്രായം ഉണ്ടാകും. അവർ വന്നപ്പോൾ നമുക്കറിയാം പ്രായമായി കഴിഞ്ഞാൽ ബാത്റൂം പോകുമ്പോൾ ചിലപ്പോൾ കാല് വഴുതിയൊക്കെ വീഴാറുണ്ടല്ലോ. അങ്ങനെ മധുബനത്തിൽ ഇവിടെ നമുക്ക് പലർക്കും അനുഭവം ഉണ്ടോ, കാല് വഴുതി വീണു, കൈ കുത്തിയിട്ടാണ് വീണത്. അതുകൊണ്ട് കൈയിൻ്റെ ഇവിടുത്തെ എല്ല് ഫ്രാക്ചറായിപ്പോയി. അപ്പോൾ ഈ ഫ്രാക്ചർ ഇങ്ങനെ ഇങ്ങനെ കെട്ടി നടക്കണ്ടേ. അപ്പോൾ ബായിക്ക് കൗൺസിലിംഗ് ആയതുകൊണ്ട് ബായി വിചാരിച്ചു VIP അമ്മയാണല്ലോ, മധുബനത്തിൽ വന്നിങ്ങനെ സംഭവിച്ചപ്പോൾ പിന്നെ ചിന്തിക്കാനുണ്ടാകും, ചിലപ്പോൾ വിഷമം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പോയി കൗൺസിലിംഗ് ചെയ്യാൻ.
അപ്പോൾ ഇവരങ്ങനെ പോയി എന്തൊക്കെയുണ്ട്, കൈ ഇങ്ങനെ ഫ്രാക്ചർ ആയല്ലോ. അപ്പോൾ പറഞ്ഞു പോലും കൈയിൻ്റെ എല്ലെല്ലാം ഒടിഞ്ഞിട്ടുള്ളൂ, കാലിപ്പോഴും ഉണ്ടല്ലോ, ഞാൻ ഈ കൈയും വെച്ചുകൊണ്ട് നടന്ന് ഞാൻ എല്ലാം കണ്ടോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബായിജി പറഞ്ഞു അല്ല എന്നാലും മനസ്സിൽ വേറെന്തോ ഉണ്ടല്ലോ എന്ന് ചോദിച്ചെന്ന്. അപ്പം അമ്മ മറ്റൊരു കാര്യം പറഞ്ഞു, കൈയിൻ്റെ എല്ലെല്ലാം ഒടിഞ്ഞിട്ടുള്ളൂ, കൈയൊന്നും ഒടിഞ്ഞിട്ടില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തോ ഉണ്ട് തോന്നല്ലോ മനസ്സിൽ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു പോലും നീ സാധാരണക്കാരനൊന്നല്ലല്ലോ, നീ വളരെ സമർത്ഥനല്ലേ, നീ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഞാനത് തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേറെന്തോ കിടപ്പുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു പോലും എനിക്ക് ഇതൊന്നല്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിക്നിക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് പോവല്ലോ, അപ്പോൾ 1 മാസത്തേക്ക് എനിക്ക് റെസ്റ്റാണ്, എനിക്ക് ഒരു ജോലി എടുക്കേണ്ട, എല്ലാ ജോലിയും മരുമകൾ ചെയ്യും, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. तो आप समझ रहे हैं, हड्डी टूटने वाली कठिन परिस्थिति है, फ्रैक्चर होना बहुत दर्द होता है, लेकिन उसमें भी वो खुश क्यों रही? क्योंकि विचारों को उसने, विचारों में जो अच्छा होने वाला है ना वो उसके चेतना में था. तो हर वक्त कैसी भी परिस्थिति हो, बीमारी हो, नुकसान हो, कुछ भी हो, अगर आप उसमें जो अच्छा हो रहा है, अच्छा आपको होने वाला है, उसके बारे में सोचोगे ना, तो आपका ये ब्रेन है ना, ब्रेन बहुत खुश रहेगा और आपको भी खुश रखेगा. अभी मैं लास्ट में 5 मिनट है, क्या ये संभव है विपरीत कठिन परिस्थिति में हम यहाँ पर पॉजिटिव सोच सकते हैं? ഇപ്പോൾ ബായിജി ഇതൊക്കെ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞാൽ എത്ര കഠിനമായിരിക്കുന്ന പരിതസ്ഥിതിയിലും നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ, ഇതുപോലെ ആ അമ്മൂമ്മയ്ക്ക് കൈ ഒടിഞ്ഞു എന്നിട്ട് പോലും ആ ഒരു സിറ്റുവേഷനിൽ പോലും ദുഃഖിക്കാതെ തൻ്റെ ഉള്ളിൽ ആ ഒരു നല്ലൊരു പോസിറ്റീവ്നെസ്സിൻ്റെ ചിന്ത വന്നതുകൊണ്ട്, ആ സങ്കല്പങ്ങൾ എടുത്തതുകൊണ്ടാണല്ലോ അവർ സന്തുഷ്ടരായിരുന്നത്. അപ്പോൾ ബായിജി ചോദിക്കാൻ അത് നമുക്ക് സാധ്യമാണോ? കഠിന പരിതസ്ഥിതികൾക്കിടയിലും നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ പോസിറ്റീവാക്കി വയ്ക്കാൻ സാധിക്കുമോ? കാരണം അത്തരത്തിലുള്ള വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മുടെ ബ്രെയിനും കൂടി എന്താകും, സന്തോഷമുണ്ടായിരിക്കും. പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പറ്റുമോ എന്നില്ലെങ്കിൽ കൈ ഉയർത്താലോ? हो सकता है. जरा हाथ खड़ा करो, मैं देखने दो, जरा कैमरा घुमाओ इसके ऊपर. एक कैमरामैन गया. अच्छा है, ठीक है. कठिन है पर असंभव नहीं है ना? कठिन है, यू हैव टू एक्सेप्ट. इट इज़ नॉट ईजी, क्योंकि पुराना आपका जो आदत है ना वो इंटरफियर करेगा. अगर अभी तक आपका आदत है कैमरा तरफ देखने का, तो फिर वो जाएगा नहीं इमीडिएटली. तो वो आदत बदलने में टाइम लगता है. अभी मैं एक लास्ट स्टोरी सुना के मैं रुकता हूँ, क्योंकि ट्रेनिंग है बाद में. मेरे पास एक कपल आया, पति पत्नी है ना, पति पत्नी का झगड़ा बहुत होता है. अच्छा, बाय द वे यहाँ शादी किसका हुआ है? अच्छा, गृहस्थ वाले. കല്യാണം ഗൃഹസ്ഥത്തിലുള്ളവർ കൈ ഉയർത്താൻ. अच्छा, ठीक है. आप सब खुश है घर पे? खुश है? എല്ലാവരും വീട്ടിൽ സന്തുഷ്ടരാണോ? പതി പത്നിമാരുടെ ഇടയിൽ സന്തുഷ്ടമുണ്ടോ? അതിന് കൈ ഉയർത്തിക്കൂടി. ഇതെന്നാ भाई लोग कुछ बोल नहीं रहे बेचारे. भाई अच्छा, ठीक है, कोई बात नहीं. मैं आपको पर्सनल लाइफ में नहीं जाता हूँ. मैं केस स्टडी सुना रहा हूँ, ध्यान से सुनो. पति पत्नियों का झगड़ा होता है कि नहीं होता है? होता है, ठीक है, होता है. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ടോന്ന്? तो मेरे पास एक आए पति पत्नी है ना, काउंसलिंग के लिए. तो मैं दोनों को दूर बिठाता हूँ, क्योंकि उधर ही मारामारी चालू कर, इसलिए दूर बिठाता हूँ. हाँ, बीच में टेबल रखता हूँ. तो वो पति जो था वो बहुत गुस्से में था और उसने बोला मेरी जो ये वाइफ है ना, वाइफ पत्नी, इसमें मैनर्स नहीं है. मैंने कहा व्हाट डू यू मीन मैनर्स? नहीं, इसमें मैनर्स ही नहीं है. मैनर्स यू अंडरस्टैंड, हिंदी में क्या बोलते हैं आपके यहाँ मुझे नहीं पता, स्वभाव या शिस्त जो भी है, इसमें मैनर्स नहीं है. मैंने कहा क्यों कह रहे हो आप? बोलते हैं ये जो अभी उसने उदाहरण जो दिया मेरे को बहुत हंसने को आया, लेकिन हम काउंसलर है ना तो कंट्रोल करते हैं. उसने क्या बोला पता है अपने पत्नी के बारे में? मेरी जो पत्नी है वो टूथपेस्ट को ना बीच में से दबाती है, पीछे से नहीं दबाते.
तो मेरे को भी बहुत हंसने को आया। मैं ऊपर बाबा की तरफ देखा तो बाबा मुझे कह रहा है मेरे तरफ मत देख, मैन्युफैक्चरिंग डिफेक्ट है, ये मशीन ही ऐसा बन के आया। तो मैंने उसको बोला सर डोंट वरी, आपका प्रॉब्लम कैसे ये बीच में से दबाती है, कितना खराब है। मैंने बोला सर आपका प्रॉब्लम सॉल्व हो जाएगा 25 रुपए में। बोला कैसे? मैंने कहा दोनों का टूथपेस्ट अलग अलग रखो, और उसके युगल को बोला तुमको जहां दबाना है तुम दबाओ, तुमको जहां दबाना है तुम दबाओ। അതായത് സാധാരണ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവരുടെ आप इतना क्यों हंस रहे? आप भी बीच में से दबाने वाले हो? അതായത് അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൂടിയിരുന്നാലല്ല പ്രശ്നം എന്ന് പറയുന്നത്. നടുവിൽ ടേബിൾ വെച്ചു. അതിൻ്റെ പ്രശ്നം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഭർത്താവ് പറഞ്ഞു എൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഇപ്പുറത്തിരിക്കുന്ന ഇവൾക്ക് തീരെ വിവരമില്ല, ഒരു മാനേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു എന്ത് മാനേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറയുക ഇവർക്ക് ഒരു മാനേഴ്സും ഇല്ല. വീണ്ടും പറഞ്ഞു അപ്പോൾ എന്താണ് കാരണം വരാന്ന്. അപ്പോൾ പറഞ്ഞു വീട്ടിലുണ്ടല്ലോ, വീട്ടിൽ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ അത് എൻഡിലെ അതിനിങ്ങനെ അമർത്തി കൊണ്ടുവരേണ്ടത്, ഇത് നടുവിൽ വെച്ച് അമർത്തിയിട്ടാണ് പേസ്റ്റ് എടുക്കുക, ഒരു വിവരം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ വിചാരിച്ച് ഇതെന്തൊരു കഷ്ടമാണ് ബാബയുടെ മുകളിൽ നോക്ക്. ബാബ പറഞ്ഞു എന്നെ ഒന്ന് നോക്കണ്ട, ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, അങ്ങനെയാണല്ലോ മെഷീനിൽ ഉണ്ടാക്കി വരുന്നത്, പിന്നെ അതിന് എന്നെ എന്തിനാ പിടിക്കേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത് 50 ഉറുപ്പ്യൻ്റെ കേസേ ഉള്ളൂ, പ്രശ്നം 25 ഉറുപ്പ്യൻ്റെ കേസേ ഉള്ളൂ, ഇതിപ്പോൾ പരിഹരിച്ച് തരാം. അപ്പോൾ അതെങ്ങനെ ചോദിച്ചു. അത് നടക്കില്ലല്ലോ, ഇവർ എപ്പോഴും പേസ്റ്റ് നടുവിൽ അമർത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ. അപ്പോൾ പറഞ്ഞു ഒരു 25 ഉറുപ്പ്യൻ്റെ പേസ്റ്റ് അവർക്കും വാങ്ങിച്ചോ, ഒരു 25 ഉറുപ്പ്യൻ്റെ പേസ്റ്റ് നിനക്കും മേടിച്ചോ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് പ്രസ് ചെയ്തിട്ട് ടൂത്ത് പേസ്റ്റ് എടുക്കേണ്ടത് അവിടെ പ്രസ് ചെയ്തോ, ഭാര്യ എവിടെ വേണമെങ്കിലും പ്രസ് ചെയ്തിട്ട് ടൂത്ത് പേസ്റ്റ് എടുത്തോട്ടെ, അതോടെ സോൾവ് ആയല്ലോ എന്ന് പറഞ്ഞു. 2 मिनट ब्रदर, 2 मिनट मैं फिनिश करता हूँ। लाल लाइट इसलिए चला था। मैं इससे ये आपको बता रहा था कि एवरी इंडिविजुअल इज डिफरेंट, ठीक है ना, हर एक की पर्सनालिटी अलग अलग है, सभी एक जैसा नहीं सोचते हैं। आप जैसा सोचोगे ना वैसे आपकी भावना बनेगी, और स्टेबल रहना या डिस्टर्ब रहना आपके हाथ में है। सब अलग अलग, हर एक का स्वभाव अलग है, हर एक का स्वभाव अलग है। लास्ट स्टोरी सुना के रुकते, फिर ट्रैफिक कंट्रोल। एक लड़का मेरे पास आया, उसका शादी नहीं हो रहा था, 40 साल हो गया, बहुत दुखी था, तो मेरे पास आया सर मेरी शादी नहीं हो रही। मैंने कहा मैं क्या करूँ, तुम्हारी शादी नहीं हो रही? बोला नहीं आप कुछ तो सजेस्ट करो। मैंने कहा देखो मैं ज्योतिषी वगैरह नहीं, ज्योतिषी के पास जाओ वो देखेगा कुंडली वगैरह। गया ज्योतिषी के पास, तो ज्योतिषी ने उसकी पूरी कुंडली देखी, और पूरी कुंडली देख के ज्योतिष ने उसको बोला देखो एक ही कारण है तुम्हारी शादी नहीं हो रही। बोला क्या है? तो उसने कहा एक ही कारण है कि तुम्हारे भाग्य में केवल सुख ही सुख लिखा हुआ है, इसलिए तुम्हारी शादी नहीं हो। അതായത് നേരത്തെ പറഞ്ഞു തന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞത് സാധാരണ നമുക്ക് സാധാരണയായിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ ചില നിസ്സാര കാരണം കൊണ്ടായിരിക്കും വീട്ടിൽ വഴക്കുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് പറയണം അതിപ്പോൾ ഭാര്യ അല്ലെങ്കിലും ശരി, ബായിജി പറഞ്ഞു തരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകും. ഞാൻ പറഞ്ഞതുപോലെ ഇവരാകണം എന്നൊന്നില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്ത നേച്ചർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടത്. അപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാണ്. ഒരു കുമാരൻ 40 വയസ്സ് പ്രായമായി, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ ആ കുട്ടി വന്ന് പറഞ്ഞു പോലും ഡോക്ടറെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിൻ്റെ കല്യാണം കഴിയാത്തതിന് എനിക്കെന്താ, നീ എന്തിനാ എൻ്റെ അടുത്ത് വന്ന്, ഞാൻ ജ്യോതിഷനല്ലല്ലോ, ഇതിനു വേണ്ടി ജ്യോതിഷൻ്റെ അടുത്ത് പൊക്കോന്നു. അങ്ങനെ ആ കുട്ടി ജ്യോതിഷൻ്റെ അടുത്ത് പോയി. അപ്പോൾ ജ്യോതിഷൻ പറഞ്ഞു പോലും എല്ലാം നോക്കിയിട്ട് കണക്കൂട്ടിയെല്ലാം നോക്കിയപ്പോൾ പറഞ്ഞു നിൻ്റെ ഇതിൽ വേറൊന്നും കാണാനില്ല, ഒരു പ്രശ്നം മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ എനിക്ക്, കാരണം നിൻ്റെ കല്യാണം കഴിയാത്തതിൻ്റെ കാരണം നിനക്ക് ജീവിതം മൊത്തം സുഖിക്കാനുള്ളതാണ് അതിൽ എഴുതി വെച്ചത് എന്ന്. तो आपके भाग्य में क्या लिखा है, सुख है दुख है? हमारा भाग्य हम डिसाइड करते हैं, बाय द थॉट्स वी चूज। हम बहुत सुखी है, बोलो बहुत सुखी है, बहुत बहुत सुखी है, खुशी के देवता है हम, जहाँ जाएंगे वहाँ खुशियाँ फैलाएंगे।
എവിടെ പോകുന്നു അവിടെ നിങ്ങളുടെ കൂടെ സന്തോഷം ഉണ്ടാകും. അതായത് ആ ആൺകുട്ടിയുടെ ഭാഗ്യത്തിൽ വെറും സന്തോഷം മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കല്യാണം കഴിയാത്തത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്, സദാ സന്തോഷം എന്നാണോ അല്ലെങ്കിൽ ദുഃഖിയാണോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറയണത്, നിങ്ങൾ ചിന്തിക്കുന്ന സങ്കല്പങ്ങളുടെ ആധാരത്തിലാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യത്തിലാണ്, നമ്മളുടെ തോട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാഗ്യം ഉണ്ടാവുക. अच्छा लगा तालियां. तो अभी बाबा से हम कनेक्ट करेंगे और फिर ट्रेनिंग में भी आप बहुत हंसने वाले. ट्रेनिंग में तो साइंटिफिकली हंसने वाले हैं. इतना सुंदर साइंस है. ब्रेन को समझ लिया ना, आपका सब बेड़ा पार हो जाएगा. ट्रैफिक कंट्रोल करते हैं. विल स्टॉप हियर. थैंक यू वेरी मच. ओम शांति. धन्यवाद. शिव पिता को अब याद करो, मुक्ति धाम तुम्हें जाना है. अपने सुकर्मों के बल पर